ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോഡ്. മക്കളെ, നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ സൊല്യൂഷൻസ്, ഒപ്പം തന്നെ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്, ഈ 3 ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എടാ, നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഉണ്ട്, DNF ഉണ്ട്. അതിൽ നമുക്ക് മാഗ്നറ്റിക് മൂവ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് ന്യൂമറിക്കൽ സൈഡിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ അത് ഒഴിവാക്കിയിട്ട് മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്? സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സ്. നമുക്ക് ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് സൊല്യൂഷനിൽ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങാം. മിക്സ്ചർ കണ്ടെയ്ൻസ് 3.2 gram മെത്തനോൾ, മോളാർ മാസ് തന്നിട്ടുണ്ട്, ആൻഡ് 4.6 gram ഓഫ് എഥനോൾ. ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ് എന്നാ ചോദിച്ചല്ലേ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോളും കണ്ടുപിടിക്കാണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് എഥനോളും കണ്ടുപിടിക്കാണ്ട് സിമ്പിൾ അല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB അല്ലേടാ. അതുപോലെ ഇയാളുടെ വന്നാലോ NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അതും നമുക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോളും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോളും കണ്ടുപിടിക്കണം അല്ലേ. NAയും NBയും കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമുക്ക് എന്തിലേക്ക് നേരെ പോകാം? കൈ എയിലേക്കും കൈ ബിയിലേക്കും പോകാം. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ അല്ലേടാ. അതെന്ത് ചെയ്താൽ മതി? 3.2 അല്ലേ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? മോളാർ മാസ് 32. എത്ര കിട്ടിയടാ? 0.1. ഇനി ഇവിടെ കണ്ടുപിടിക്കാനോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇയാളുടെ എത്ര കിട്ടിയിട്ടുണ്ട്? ഗിവൺ മാസ് എന്ന് പറഞ്ഞത് 4.6 ഡിവൈഡഡ് ബൈ എത്ര വന്നു? 46. എത്ര വന്നിട്ടുണ്ട്? അതും 0.1 മോള്. അപ്പോൾ 0.1 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ധൈര്യപൂർവ്വം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. 0.1 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് 0.1 അല്ലേ വരിക മക്കളെ. അപ്പോൾ അതെത്ര വരും? 0.1 ഡിവൈഡഡ് ബൈ 0.2. അതായത് എന്താ? 1/2 എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? 0.5. അപ്പോൾ നമുക്ക് കയ്യെ കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ഇതേപോലെ അല്ലേ. NB എന്ന് പറഞ്ഞാലും 0.1 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 0.1 എത്ര വന്നു മക്കളെ? 0.1 ബൈ 0.2. അത് എത്രയായി? 0.5. അപ്പം നമുക്ക് കൈയെയും കൈ ബിയും കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കൈയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കൈ ബി കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്യുന്നാൽ മതി? നമുക്കറിയാം. എന്താ അറിയാം? കൈ A പ്ലസ് കൈ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് കൈ ബി കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്താൽ മതി? 1-ൽ നിന്നും കൈ A കുറച്ചാൽ മതി. അങ്ങനെയും കണ്ടുപിടിക്കാം. മക്കൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 0.5 എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram ഓഫ് NaOH ഇൻ 450 ml സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ചോദ്യം അല്ലേ. നമുക്കറിയാം മൊളാരിറ്റി കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കണം. മാത്രം മതിയോ? പോരാ. നമുക്ക് എന്ത് സംസാരിക്കണം? വോളിയം ഓഫ് സൊല്യൂഷനെ സംസാരിക്കണം അല്ലേ. അത് എന്തിലായിരിക്കണം? ലിറ്ററിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് NB കണ്ടുപിടിക്കാൻ എന്താ വഴി? NB കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്താൽ മതി? ഗിവൺ മാസ് 10 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ്. NaOH അല്ലടാ. NaOHന്റെ മോളാർ മാസ് എത്രയാണ് വരിക? NaOHന്റെ മോളാർ മാസ് എത്രയാടാ വരിക? NaOHന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ NAക്ക് 23 വന്ന്, ഓക്സിജന് 16 വന്ന്, ഹൈഡ്രജൻ 1 വന്ന്, മൊത്തം 40 gram വന്നില്ലേ മക്കളെ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 10/40 എന്ന് പറഞ്ഞാൽ എന്താ? 1/4. അത് കാലല്ലേടാ. കാലെന്ന് പറഞ്ഞാൽ 0.25 അല്ലേടാ. അപ്പോൾ നമുക്കിനി വോളിയം എന്താക്കണം? ലിറ്ററിലേക്ക് ആക്കണം. നമുക്കിനി ചെയ്യാം. 0.25 ഡിവൈഡഡ് ബൈ 450 ഇതിനെങ്ങനെ ലിറ്ററിലേക്ക് ആക്കണം? ഡിവൈഡഡ് ബൈ 1000. കട്ടായി. ഈ ആളെ എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയി. ബാക്കിയുള്ള ആൾ, അതായത് 0.25 ഇൻറ്റു 100 മുകളിലെത്തിയില്ലേ. ഇനി ആരുണ്ട്? താഴെ 45 ഉണ്ട്. അപ്പോൾ എന്തായി? ഗുണിക്കുമ്പം 25 25/45 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 5/9. 5/9 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് ഒരു 0.55 അല്ലേ വരിക. നമ്മൾ മൊളാരിറ്റീൻ്റെ യൂണിറ്റ് നമുക്ക് പറയേണ്ടത് എന്താ വരിക? മോൾ പെർ ലിറ്റർ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ മൊളാരിറ്റിയുടെ? മോൾ പെർ ലിറ്റർ. മൊളാലിറ്റി ആകുമ്പോഴോ മോൾ പെർ കിലോഗ്രാം. ഓക്കെ, അപ്പോൾ 0.55 എന്ത് കിട്ടിയിട്ടുണ്ട്? മോൾ പെർ ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ഈസ് ലേബിൾഡ് ആസ് 10%. ആ ബ്രാക്കറ്റിലുള്ള ശ്രദ്ധിച്ചോ, ബൈ മാസ്. വാട്ട് വുഡ് ബി ദി മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ? നമുക്ക് എന്താ കണ്ടുപിടിക്കണം? മൊളാലിറ്റിയും കണ്ടുപിടിക്കണം, മൊളാരിറ്റിയും കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10% ആര് തന്നിട്ടുണ്ട്? നമുക്ക് ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട് അല്ലേ. ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൽ 10% ഗ്ലൂക്കോസ് ആണ്. പക്ഷെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? ബൈ മാസ് അല്ലേ മക്കളെ. അത് ബൈ മാസ് എന്നല്ലേ എടുത്തു പറഞ്ഞത്? ബൈ മാസ് ആണ്. അതായത് ഞാൻ മൊത്തം സൊല്യൂഷൻ 100 gram എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 gram ആയിരിക്കും ആര് വരിക? നമ്മളുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ബാക്കിയുള്ള ആളെന്ന് പറഞ്ഞത് ആരായിരിക്കും? നമ്മളുടെ സോൾവെൻ്റ് ആയിരിക്കും.
സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്നിട്ടല്ലടാ ആരുണ്ടാവുന്നത്, സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, W ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് എത്ര കിട്ടി, 10 ഗ്രാം കിട്ടി. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എത്രയാവും, 100 - 10 അതെത്രയാടാ, 90 ഗ്രാം. നമ്മളുടെ സൊല്യൂഷൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ, 100 ഗ്രാം ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൊളാരിറ്റിയും കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം, ഞാൻ മൊളാലിറ്റിയെ കണ്ടുപിടിക്കട്ടെ. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സ്മോൾ എം അല്ലേടാ. സ്മോൾ എം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വാഷിംഗ് മെഷീൻ എത്ര രൂപയ്ക്ക്, 1000 രൂപയ്ക്ക്. എവിടെ നിന്ന് കിട്ടിയടാ, വാഷിങ്ടണിൽ നിന്ന് കിട്ടിയടാ. വാഷിങ്ടൺ WA. ഇതും ഇങ്ങനെയെങ്കിലും എക്സാം സമയത്ത് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മക്കൾ ഈ രീതിയിൽ പറഞ്ഞത്. വാഷിംഗ് മെഷീൻ 1000 rupees. എവിടെ നിന്നാടാ വാഷിങ്ടൺ? ഓക്കെ, WA എന്നത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് WB ആണെന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. WB നമുക്കറിയാം, ആരാ, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലേ, അതാരാ, 10. ബാക്കിയുള്ള ആളെത്രയാ, MB എത്രയാ വരിക, 180. നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ബൈ 1000. WA എത്രയാ വരിക, 90. കട്ട് ചെയ്യാനുള്ളവരൊക്കെ കട്ട് ചെയ്തോ, കട്ട്. ഇനി ആരാ ഉള്ളത് മക്കളെ, 100/18 × 9 വരും അല്ലേ. അതെത്രയാ വരിക, 100/162 അല്ലേടാ വരിക. സോ 100/162 ആണ് വരിക. ഇത് ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും, ഒരു 0.61 ആ റേഞ്ചിൽ വരുമായിരിക്കും ആൻസർ. ഓക്കെ, സോ ഇത്രയും എന്താ മക്കളെ വരിക. ഇത് എന്തിലാ യൂണിറ്റ് പറയേണ്ടത്, നമ്മൾ പറഞ്ഞു മൊളാലിറ്റിൻ്റെത് പറയേണ്ടത് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ് അല്ലേ. അപ്പം മോൾ പെർ കിലോഗ്രാം മൊളാലിറ്റി കിട്ടി. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം, മൊളാരിറ്റിയെ കണ്ടുപിടിക്കാം. നമുക്ക് രണ്ടാമത്തെ ആളായിട്ടുള്ള മൊളാരിറ്റിയെ കണ്ടുപിടിക്കാം. മൊളാരിറ്റിയെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, താഴെ വരുന്ന ആൾ ആരാ നമ്മളുടെ വോളിയം അല്ലേ, വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ അല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതായത് മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക, WD/MB 1000 × 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ml അല്ലേടാ. ഇങ്ങനെയല്ലേ വരിക. നമുക്ക് ഈ വോളിയം കിട്ടിയിട്ടുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വോളിയത്തിനെ കുറിച്ച്, ഇല്ല. പക്ഷെ നമുക്ക് ഒരാളെ തന്നിട്ടുണ്ട് മക്കളെ, ആരെയാ തന്നിട്ടുള്ളത്, ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.2. അപ്പോൾ നമുക്കറിയാം എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അയാളാണ് ഈ 1.2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, മാസ് ബൈ 1.2 ചെയ്താൽ പോരെ. മാസ് ഓഫ് എടുക്കണം, സൊല്യൂഷൻ എടുക്കണം, തെറ്റിക്കരുത്. സൊല്യൂഷൻ്റെ മാസാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, 100 എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്ക് തന്നിട്ടുള്ള ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ്റെ ഡെൻസിറ്റി അല്ലവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, 1.2 ചെയ്യണം. ഓക്കെ, 100 ഡിവൈഡഡ് ബൈ 1.2 ചെയ്യണ്ടേ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് വോളിയം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മൊളാരിറ്റി കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി, WB 10 ഡിവൈഡഡ് ബൈ 180. അത്രയും നമുക്ക് അറിയാം. ഇനി എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 100/1.2. ഓക്കെ, 100/1.2. ഈ 1.2 നമുക്ക് മുകളിലേക്ക് കൊണ്ടാലോ. ഇവിടെ കട്ടായി, ഇവിടെയും കട്ടായി. അപ്പോൾ ഇനി മുകളിൽ ആരാടാ ഉള്ളത്, ഒരു 10 × 1.2 ഡിവൈഡഡ് ബൈ 18 വരും മക്കളെ. ഇത് നമുക്ക് ചെയ്യുമ്പം ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6-7, അതായത് 12/18 അല്ലടാ വരിക. അപ്പോൾ എത്ര വന്നു, 0.66 മൊളാർ വന്നു. അതായത് എന്ത് വരും, മോൾ പെർ ലിറ്റർ വന്നു മക്കളെ. അപ്പോൾ നമുക്ക് ഇയാളൊരു 0.61 കിട്ടി, ഇയാളൊരു 0.66 കിട്ടി. എളുപ്പമല്ലേ, മനസ്സിലായല്ലോ. നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, 10% മാസ് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി ഓഫ് CO2 ഇൻ വാട്ടർ. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് കഥയിലേക്ക് കൊണ്ടുവരണം, ആരെക്കുറിച്ച് ആലോചിക്കണം മക്കളെ, ഹെൻറീസ് ലോനെ കുറിച്ച് ആലോചിക്കണം അല്ലേ. ഓക്കെ, നമുക്കറിയാം ഹെൻറീസ് ലോ പ്രകാരം എന്താ, പാർഷ്യൽ പ്രഷർ പ്രൊപ്പോർഷണൽ ടു ആരാണ് മക്കളെ, മോൾ ഫ്രാക്ഷൻ അല്ലേടാ, ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ. അപ്പോൾ എനിക്ക് പ്രൊപ്പോർഷണാലിറ്റി അവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ ആരെ കൊണ്ടുവന്നു, KH കൊണ്ടുവന്നു, ഹെൻറീസ് ലോ കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. അപ്പോൾ KH × IB ആയില്ലേ മക്കളെ. ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോവാണ്. എടാ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയായിരിക്കും, എന്താ KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്. എടാ KH കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഓർമ്മ വരണം നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി ആണ്. ഞാൻ KH കൊണ്ടുവന്നപ്പോൾ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ KH എന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി ആണ്. അതവിടെ നിൽക്കട്ടെ മക്കളെ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്, സോലുബിലിറ്റി കണ്ടുപിടിക്കാനല്ല ചോദിച്ചത്. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യനെ
ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. പി ഈക്വൽ ടു എന്താക്കി, കൈ ബി ഉണ്ടല്ലോടാ, ആരായത് മോൾ ഫ്രാക്ഷൻ. ഇതിനെ ഞാൻ എന്താക്കി, സോലുബിലിറ്റിന്റെ ടേമിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത് എന്തായി, സോലുബിലിറ്റി ആയി. ഇനി നമുക്ക് സോലുബിലിറ്റി കണ്ടുപിടിക്കാമല്ലോ. ഞാൻ എന്താ പറഞ്ഞത്, കൈ ബി എന്താക്കിയിട്ടുണ്ട്, സോലുബിലിറ്റി ആക്കിയിട്ടുണ്ട് കൈ ബി. അപ്പോൾ പി ബൈ എന്തായിട്ടുണ്ടടാ, കെ എച്ച് ആയിട്ടുണ്ട്. ഓക്കെ, പി തന്നിട്ടുണ്ടോ, പാർഷ്യൽ പ്രഷർ എത്രയാണ് തന്നിട്ടുള്ളത്, ഓക്കെ 760 തന്നിട്ടുണ്ട് അല്ലേ, 760 mmHg ഡിവൈഡ് ബൈ കെ എച്ച് എത്രയാണ് തന്നിട്ടുള്ളത്, 1.25 × 10⁻⁶. രണ്ടും mmHgയിലല്ലേ, അപ്പോൾ സോലുബിലിറ്റിക്ക് അവിടെ യൂണിറ്റ് വന്നിട്ടുണ്ടല്ലോ, ഇല്ല. ഇതെന്ത് ചെയ്താൽ മതി, 760 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 1.25. നമുക്ക് ഒന്നുകൂടെ മാറ്റി ചെയ്യുകയാണെങ്കിൽ എത്ര വരും ഇവിടെ, ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി ചെയ്തോട്ടെ. എത്ര വന്നു നമ്മളുടെ സോലുബിലിറ്റി എന്ന് പറയുന്നത്, 7.6 × 10⁻⁻4 ഡിവൈഡഡ് ബൈ 1.25 എന്നുള്ള രീതിയിലായടാ. ഓൾമോസ്റ്റ് നമുക്കൊരു ഒരു 6 × 10⁻⁴ റേഞ്ചിൽ വരും. ഓക്കെ, ഒരു 6 × 10⁻⁴ റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ആൻസർ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ആൻസർ കിട്ടിയല്ലോ 6 × 10⁻⁴. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസറും കിട്ടിയിട്ടുണ്ട്. എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 0.25 മോളാർ സൊല്യൂഷൻ ഓഫ് യൂറിയ അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആറ് തന്നിട്ടുണ്ട്, എന്തിലാ, ലിറ്റർ ബാറിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടന്നില്ലേ, നമ്മൾ ഏറ്റവും അവസാനമുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് ആദ്യം തന്നെ കയറി ചെന്നിട്ടുണ്ട്. ആരാടാ മക്കളെ ഇയാൾ, ഓസ്മോട്ടിക് പ്രഷർ അല്ലേ, പൈ നമുക്കറിയാം എന്താണ്, ഈക്വൽ ടു CRT ആണ്. ഈ കോൺസെൻട്രേഷൻ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഡിഫൈൻ ചെയ്തത്, മൊളാരിറ്റി ആണ്, മൊളാരിറ്റി. പക്ഷേ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബാക്കി 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എലവേഷൻ ബോയിലിംഗ് പോയിന്റോ, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറോ, ഇവരാരും ആയിക്കോട്ടെ, അവിടേക്ക് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മൊളാലിറ്റിയാണ്. എന്നാൽ ഇവിടെ ആര് വന്നിട്ടുണ്ട്, മൊളാരിറ്റി വന്നിട്ടുണ്ട്, ലിറ്റി മാറി റിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്ട്ലി തന്നിട്ടുണ്ട് 0.25. പണി എളുപ്പമായല്ലോ. ആറ് നമുക്കറിയാം 0.083 തന്നിട്ടുണ്ട്, അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഇനി ആരാള്, ടെമ്പറേച്ചർ എത്രയാ, 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ എന്താ, 273 + 37 അല്ലേടാ വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.25 × 0.083 × 3 ടൺ അല്ലേ മക്കളെ വരിക. ഇതിന് ആൻസർ എത്രയാണ് നിങ്ങൾക്ക് വരിക, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്താ കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. ഇതിൻ്റെ ആൻസർ വരുന്ന ഏകദേശം ഒരു 6.4 ബാർ റേഞ്ചിലല്ലേ മക്കളെ. നോക്കിയേ, എന്താ വന്ന് യൂണിറ്റ് വന്ന് നോക്കിക്കേ, ബാറല്ലേ എടുത്തത്. കാരണം എന്താ, നമ്മളവിടെ യൂണിറ്റ് നോക്കിക്കേ, ആറിൻ്റെ യൂണിറ്റിൽ നമ്മൾ ബാറല്ലേ വന്നത്. അവിടെ ATM ആണെങ്കിൽ നിങ്ങളുടെ ഓസ്മോട്ടിക് പ്രഷർ എന്തിൻ്റെ റേഞ്ചിൽ വരും, ATMൻ്റെ റേഞ്ചിൽ വരും. ഓക്കെ ആണല്ലോടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The vapor pressure of pure liquid A and B are 450 and 700 mmHg respectively at 350 Kelvin. Find out the composition of the liquid mixture if total vapor pressure is 600 mmHg. ഓക്കെ, നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്, എയുടെയും ബിയുടെയും പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് അല്ലേ, വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, 450 and 700 തന്നിട്ടുണ്ട്. അതായത് നമുക്ക് തന്നിട്ടുണ്ട് PA തന്നിട്ടുണ്ട്, അത് 450 mmHg ആണ്. PB തന്നിട്ടുണ്ട്, അത് എത്രയാ മക്കളെ, അത് 700 mmHg ആണ്. ഇനി ആരെ തന്നിട്ടുണ്ടടാ, ഇനി നമുക്ക് P ടോട്ടലും തന്നിട്ടുണ്ട്, അത് എത്രയാടാ, അത് 600 ആണ്, 600 mmHg. സോ ഇതിലേക്ക് നമുക്ക് കോമ്പോസിഷൻ കാണണം അല്ലേ, അതായത് നമുക്ക് മോൾ ഫ്രാക്ഷനിലേക്ക് അവസാനം എത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ ഡെറൈവ് ചെയ്ത് പോയ ഫോർമുല ഓർമ്മയുണ്ടോ മക്കളെ, പോയ വഴി ഓർമ്മയുണ്ടോ, നമുക്ക് അങ്ങനെ ഒന്ന് പോയി നോക്കിയാലോ. അതായത് നമുക്കറിയാം PA ഈക്വൽ ടു എന്താ, PA0 × കൈ A ആടാ. ഒപ്പം തന്നെ PB എടുത്താൽ എന്താ വരിക, PB0 × കൈ B ആണ്. P ടോട്ടൽ എടുത്താലോ PA + PB ആണ്. P ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PAയും PBയും കൂടി ചേർന്നല്ലേ. അപ്പം നമുക്ക് അയാൾ എങ്ങനെ എഴുതാം, PA0 കൈ A + PB0 കൈ B. അക്കാര്യത്തിൽ മക്കൾക്ക് സംശയമില്ല. ഇനി ഞാനിവിടെ ഒരു ചെറിയ പണി എടുക്കട്ടെ. നമുക്കറിയാം എന്ത്, കൈ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 - കൈ B ആണ്, ആണല്ലോ. അവിടെ കൈ Aയും കൈ Bയും കൂട്ടിയാൽ എത്രയാണ് വരിക മക്കളെ, 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൈ A നമുക്ക് എങ്ങനെ എഴുതാം, കൈ Bയുടെ ടേമിലേക്ക് മാറ്റാം. PA0 1 - കൈ B + PB0 കൈ B.
ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള PA0 എന്ത് ചെയ്ത ഉള്ളിലേക്ക് എടുത്ത്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? PA0 എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് PA0 മൈനസ് PA0 കൈബി കിട്ടി അല്ലേ മക്കളെ? പ്ലസ് ആരുണ്ട്? PB0 കൈബി ഉണ്ട്. ഞാൻ ഈ PA0 ഇവിടെ തന്നെ വെച്ച് ഈ മൈനസ് PA0 കൈബിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ആരെ കിട്ടി? അപ്പോൾ എനിക്ക് കിട്ടുക, അതായത് ഞാൻ എന്താ ചെയ്തത്? മൈനസ് PA0 കൈബിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് രണ്ട് ടേമിൽ ഇവിടെയാണെങ്കിൽ ആരുണ്ട് മക്കളെ? കോമൺ ആയിട്ട് കൈബി ഉണ്ട്. അയാളെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയല്ലേ വരിക എന്ന് നിങ്ങൾ നോക്കിക്കേ. PB0 മൈനസ് PA0 ആണോടാ? ഈ കാര്യത്തിൽ സംശയമുണ്ടോ? ഞാൻ എന്ത് ചെയ്ത് മൈനസ് PA0 കൈബിയെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? കൈബി കോമൺ ആയിട്ടുള്ള ആളല്ല, ഞാൻ അയാളെ പുറത്തേക്ക് എടുത്തു. PA0 പ്ലസ് കൈബി ഇൻറ്റു PB0 മൈനസ് PA0. ഇതുവരെ സംശയമല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? പി ടോട്ടൽ അല്ലേ? പി ടോട്ടൽ. ഇവിടെ നിന്ന് നമുക്ക് കൈബി കാണാം മക്കളെ. അപ്പോൾ നമ്മൾ ഏകദേശം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അല്ലേ? കോമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിക്കുക. ഇനി നമുക്കറിയാം പി ടോട്ടൽ എത്രയാണ്? 600 mmHg ആണ്. ഈ PA ഓക്കെ, അത് ഞാൻ എഴുതിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. PA0 എത്രയാടാ? 450 ആണ്. പ്ലസ് കൈബി ഇൻറ്റു ഇത് എത്രയാണ് വരിക? 700 മൈനസ് എത്രയാണ് വരിക? 450 ആണല്ലോ. കാര്യത്തിൽ സംശയമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഇയാളെ ഇങ്ങോട്ട് ആദ്യം കൊണ്ടുപോയി. 600 മൈനസ് 450 എന്ന് പറഞ്ഞാൽ എന്താ? കൈബി ഇൻറ്റു 700. കൈബി ഇൻറ്റു 700 മൈനസ് 450 എത്രയാണ് മക്കളെ വരിക? 250 അല്ലടാ വരിക? കൈബി ഇൻറ്റു 250 ആണല്ലോടാ, സംശയമില്ലല്ലോ. അപ്പോൾ ഇയാൾ എന്ന് പറഞ്ഞാൽ എത്രയായി? 150 ആയില്ലേ? 150 ഡിവൈഡഡ് ബൈ ആ 250 എങ്ങോട്ട് കൊണ്ടുവന്നു? 250 ആരായി? കൈബി ആയി. അതായത് കട്ട് ചെയ്ത് പോയ മക്കളെ 5 അല്ലേ? 3 ഡിവൈഡഡ് ബൈ 5 അല്ലേ? ആരെന്ന് പറഞ്ഞു വരുന്നത്? കൈബി. അപ്പം നമുക്ക് കൈബിയെ കിട്ടിയോ മക്കളെ? കിട്ടിയല്ലേ? കൈബി എത്ര കിട്ടി? 0.6 കിട്ടി. അപ്പം ഇനി കൈ എ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കൈ എ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് കൈബി അല്ലേടാ? അത് എത്ര വന്നു? 1 മൈനസ് 0.6. അത് എത്രയായി? 0.4. സിമ്പിൾ. അപ്പം നമുക്ക് കോമ്പോസിഷൻ കിട്ടിയില്ലടാ. 0.6 ആണ് ആര് വരുന്നത്? കൈബി വരുന്നത്. 0.4 ആണ് ആര് വരുന്നത്? കൈ എ വരുന്നത്. ഓക്കെ, മോളിൻ്റെ ഇതിലുള്ള രീതിയിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? നമുക്ക് കോമ്പോസിഷൻ കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേ? മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ രീതിയിലും എന്ത് ചെയ്യാം? ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചോദ്യം വന്ന മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ. ആരാ ചോദിച്ചാൽ എലവേഷൻ ബോയിലിംഗ് പോയിന്റ് ഫോർ എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ആഡിങ് 10 gram of CaCl2 to 200 gram of water. മോളാർ മാസ് ഓഫ് CaCl2. ഓക്കെ, അത് തന്നിട്ടില്ല. അത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമിന് തരും. 111 ഓക്കെ, 111 gram per mole ആണ് മോളാർ മാസ്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കാണണം. അതായത് നമുക്ക് ആരെ കാണണം മക്കളെ? ഡെൽറ്റ ടി ബിയെ കാണണം. ആരെ കാണണം? ഡെൽറ്റ ടി ബിയെ. ഡെൽറ്റ ടി ബി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. I ഇൻറ്റു KB ഇൻറ്റു ആരാ വരിക? മൊളാലിറ്റി. മക്കളെ ഈ ഐയുടെ കാര്യം നിങ്ങൾ, അതായത് വാൻ ഓഫ് ഫാക്ടറിൻ്റെ കാര്യം നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വാൻ ഓഫ് ഫാക്ടറിനെ കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട. വാൻ ഓഫ് ഫാക്ടർ 1. ഇനി പല ഡിസോസിയേഷൻ നടക്കുന്ന ആൾക്കാർ, അതായത് ആരാ മക്കൾ? ഇതൊക്കെ അവിടെ ഒരു കാൽഷ്യം ക്ലോറൈഡ് ഒരു സോൾട്ട് തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യും? സൊല്യൂഷനിൽ ഇടുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യൂലടാ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അപ്പോൾ നമ്മൾ വാൻ ഓഫ് ഫാക്ടറിനെ കുറിച്ച് അവിടെ ചിന്തിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ കേസിൽ വല്ല യൂറിയയോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ഒക്കെ തരികയാണെങ്കിൽ നിങ്ങൾ വാൻ ഓഫ് ഫാക്ടർ 1 എടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് അസറ്റിക് ആസിഡോ ബെൻസോയിക് ആസിഡോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ എന്ത് നടക്കും? ഡൈമർ നടക്കും. അപ്പോൾ വാൻ ഓഫ് ഫാക്ടർ അതിനനുസരിച്ച് മാറും. അപ്പോൾ അവിടെ അസോസിയേഷൻ നടക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ റിയാക്ഷൻ അല്ല ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ കാൽഷ്യം ക്ലോറൈഡ് അല്ലടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാൻ ഓഫ് ഫാക്ടറിനെ കുറിച്ച് ഇവിടെ ആലോചിക്കണം. നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് എന്താ സംഭവിക്കുക? Ca2+ പ്ലസ് 2Cl- ആയിട്ട് മാറും. അപ്പം നമുക്ക് നോക്കുമ്പോൾ അവിടെ മൊത്തം 3 ആൾക്കാരുണ്ട്. ഇവിടെ ആദ്യം എത്ര ഉണ്ടായിരുന്നു? ഒരാളായിരുന്നു. അപ്പോൾ നമുക്ക് വാൻ ഓഫ് ഫാക്ടർ എടുക്കുമ്പോൾ എന്താ വരിക? 3/1 3 വന്നില്ല മക്കളെ. അപ്പോൾ നമുക്ക് I കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? I എന്ന് പറഞ്ഞ ആൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 3 ആണ്. ഓക്കെ, ഇനി KB തന്നിട്ടുണ്ടോ? KB തന്നിട്ടുണ്ടടാ. KB എത്രയാണ് തന്നിട്ടുള്ളത്? 0.52 യൂണിറ്റ് ഞാൻ എഴുതിയിട്ടില്ല, കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഇനി നമുക്ക് മൊളാലിറ്റിയെ കണ്ടുപിടിക്കണ്ടേ? മൊളാലിറ്റി എന്താ? വാഷിംഗ് മെഷീൻ 1000 വാഷിംഗ്ടൺ ആണല്ലോ. അപ്പം നമുക്ക് മൊളാലിറ്റിയെ അങ്ങ് കണ്ടുപിടിക്കാം. മൊളാലിറ്റി എന്താ വരിക? WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. കണ്ടുപിടിച്ചാലോ? WB ആരാ? നമ്മളുടെ കാൽഷ്യം ക്ലോറൈഡ് അല്ലേ? വെയിറ്റ് തന്നിട്ടുണ്ട് 10. മൊത്തം മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 111. തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇൻറ്റു 1000
ഇൻറ്റു വെയിറ്റ് ഓഫ് ആരാ മക്കളെ എടുക്കേണ്ടത് 200 gram ഓഫ് വാട്ടർ അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. WA എന്ന് പറയുമ്പോൾ 200 അല്ലേ എടുക്കേണ്ടത്, 200. ഇനി കട്ട് ചെയ്യാനുള്ളവരൊക്കെ വേഗം കട്ട് ചെയ്തോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, 100 ഡിവൈഡഡ് ബൈ 222 വന്നിട്ടുണ്ട്. ഇയാളല്ലേടാ വരിക 100 ഡിവൈഡഡ് ബൈ 222. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് വരിക, മൊളാലിറ്റി വരിക. ഓക്കെ, മൊളാലിറ്റി വിൽ ബി 100 ഡിവൈഡഡ് ബൈ 222. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ മക്കളെ, എന്ത് ചെയ്താൽ മതി, 100 ഡിവൈഡ് ബൈ 222 എടുത്താൽ മതി. അപ്പോൾ ഡെൽറ്റ ടി ബി അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, 3 ഇൻറ്റു കെ ബി എത്രയാ 0.52 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്ര വന്ന് 222 കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഏകദേശം എത്ര വരടാ, ഏകദേശം ഒരു 0.70 കെൽവിൻ റേഞ്ചിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു വന്ന വഴി ശരിയാണ്, നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. എത്ര നമ്മൾ പറഞ്ഞത് 0.70 കെൽവിൻ. ഓക്കെ ആണോ മക്കളെ? അപ്പം നമുക്ക് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചെറിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എത്രയാ 0.70 കെൽവിൻ ആണ്. ഓക്കെ, മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോടാ. ഓക്കെ, എന്താ ചോദിച്ചത്, അറ്റ് 300 Kelvin 36 gram of glucose present in a liter of solution, solution has an osmotic pressure of 4.98 bar. If the osmotic pressure of the solution is 1.52 bars at the same temperature, what would be its concentration? വീണ്ടും ആര് വന്നിട്ടുണ്ട് മക്കളെ, നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ വന്നിട്ടുണ്ടല്ലേ. നമുക്കറിയാം പൈ ഈക്വൽ ടു എന്താ, CRT അല്ലടാ. സി നമ്മളുടെ എന്തിൻ്റെ ബേസിലാണ് പറഞ്ഞത്, മൊളാരിറ്റീൻ്റെ ബേസിലല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ ഓക്കെ രണ്ടാളുടെ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് പൈ തന്നിട്ടുണ്ടല്ലേ, ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസിന്റെ കേസാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ഗ്ലൂക്കോസിന്റെ ഓസ്മോട്ടിക് പ്രഷറിന് ഞാൻ പൈ 1 എന്ന് വിളിച്ചു മക്കളെ. അത് എത്രയാ, അത് നമുക്ക് തന്നിട്ടുണ്ട് 4.98 ബാർ ആണ്, സംശയമില്ലല്ലോ. ഇനി ആ സൊല്യൂഷന്റെ മൊത്തം ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, അതും നമുക്ക് പൈ 2 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അത് 1.52 ബാർ ആണെടാ. ആ കാര്യത്തിലും നമുക്ക് സംശയമില്ല. അപ്പം ഇയാൾ പൈ 1ഉം പൈ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം പൈ ഈക്വൽ ടു CRT ആണല്ലേ. അപ്പോൾ പൈ 1 ഈക്വൽ ടു 4.98 ബാർ ആണ്. അതായത് പൈ 1 ഈക്വൽ ടു 4.98 ബാർ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ, CRT മക്കളെ ആണല്ലോ. CRT ആദ്യത്തെ ആളുടെ കോൺസെൻട്രേഷൻ, രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ പൈ 2 അല്ലേ സൊല്യൂഷന്റെ 1.52 അല്ലേടാ അത് വരുന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്താ, CRT ആണ്. ഇവിടെ വേരിങ് ആരാ, കോൺസെൻട്രേഷന് മാറുന്നുള്ളൂ. എടാ R മാറുന്നുണ്ടോ, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ലേടാ, ഗ്യാസ് ലോ കോൺസ്റ്റന്റ് അല്ലേ. ടെമ്പറേച്ചർ നമുക്ക് എടുത്ത് തന്നിട്ടുള്ള എത്രയാ, 300 കെൽവിനാ മക്കളെ. അപ്പോൾ അതും മാറുന്നില്ല. അപ്പോൾ ആകെ മാറുന്ന ആളാരാ, കോൺസെൻട്രേഷൻ മാത്രമാണ്. ഞാൻ ആദ്യത്തെ ആളെ ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് എഴുതി, ഇയാൾ ഞാൻ ഇക്വേഷൻ 2 എന്ന് എഴുതി. അപ്പോൾ 1നെ ഞാൻ 2 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും മക്കളെ, പൈ 1 ബൈ പൈ 2 കിട്ടില്ലടാ, പൈ 1 ബൈ പൈ 2. അത് എത്രയാണ് മക്കളെ കിട്ടുക, 4.98 ഡിവൈഡഡ് ബൈ 1.52 ആണല്ലോ. കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് എത്രയാണ് വരിക, C1 ബൈ C2. നമ്മൾ എന്തിലാ പറയുന്നത്, മൊളാരിറ്റി ഓഫ് 1 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഓഫ് 2 അല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ എന്തിലേക്ക് മാറ്റാം, നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി ശരിക്കും, നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ബിയും കണ്ടുപിടിച്ചാൽ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിച്ചാൽ പോരടാ. അത് എത്രയാണ് തന്നുള്ളത്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, അതായത് 2 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 118 എഴുതി കൂടെ മക്കളെ. എനിക്ക് ഇയാളെ 36 ബൈ 180 കട്ട് ഇവിടെ എന്തായി 10 ആയി. അപ്പോൾ എന്തായി 2 ബൈ 10 ആയി, 0.2 ആയി കിട്ടി. നമുക്ക് സൊല്യൂഷൻ്റെ NB എന്നെടുക്കാം. ഓക്കെ, അയാളെയല്ലേ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഇയാളുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് M2 കണ്ടുപിടിക്കണം അല്ലേടാ, M2 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ മതി, 1.52 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ 4.98 ആണല്ലോ. നമ്മൾ M1 കണ്ടുപിടിച്ചോ, ഇൻ ദ ടേം ഓഫ് നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചത്, നമ്പർ ഓഫ് മോൾസിലല്ലേ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസിലല്ലേ കണ്ടുപിടിച്ചത്. നമ്മൾക്ക് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ അല്ലേ എന്ത്, മൊളാരിറ്റി. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക, സെയിം ആളല്ലേടാ വരിക. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, മൊളാരിറ്റീനെ ഞാൻ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിലേക്ക് മാറ്റിയത്. അതായത് NA
ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ് എന്തെന്ന് പറയുന്നത് മക്കളെ മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നുള്ള വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയാണ് 1. അപ്പോൾ NA ഡിവൈഡഡ് ബൈ 1 NA തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് M2 എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇയാളെ ഇട്ട് കൊടുത്താൽ പോരെ. 1.52 ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 4.98. അപ്പം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തിലാ പറഞ്ഞത്? അത് മൊളാരിറ്റിയിലാണ് പറഞ്ഞത്. സെക്കൻഡ് ആളുടെ അതായത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തിലാ പറഞ്ഞത്? മൊളാരിറ്റിയിലെ കേസിലല്ലേ പറഞ്ഞത്. സോ 1.52 ഇൻറ്റു 0.2 ഡിവൈഡ് ബൈ 4.98 എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഇയാളുടെ കോൺസെൻട്രേഷൻ. യൂണിറ്റ് പറയണ്ടേ? യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്താണ് യൂണിറ്റ് വരിക? മൊളാരിറ്റി ആണ്ട് വീണ്ടും ഓർക്കണം, മോൾ പെർ ലിറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? ആൻസർ ആയി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോടാ. The freezing point of a solution containing 5 gram of benzoic acid in 35 gram of benzene is depressed by 2.94 Kelvin. ഓക്കെ, നമുക്ക് അപ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് അസോസിയേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് ആവശ്യമുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആൽഫ അസോസിയേഷൻ കണ്ടുപിടിക്കണം. ഇഫ് ഇറ്റ് ഫോംസ് എ ഡൈമർ ഇൻ സൊല്യൂഷൻ, ഡൈമർ ബെൻസോയിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഉണ്ടാക്കുന്നുണ്ട്? ഡൈമർ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് കുറച്ച് അധികം വഴിയിലൂടെ പോകാനുണ്ട്. നമുക്ക് ഇവിടെ തന്നുള്ള ആളാരാ? ഡെൽറ്റ ടി എഫ് വന്നിട്ടുണ്ട്. അതെത്ര തന്നിട്ടുണ്ട്? അതെന്ന് പറഞ്ഞാൽ 2.94 കെൽവിനാ മക്കളെ. അത് 2.94. നമുക്കറിയാം ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? I ഇൻറ്റു തീർന്നോ? ഇല്ല, KF ഇൻറ്റു മൊളാലിറ്റി ആണല്ലോ. ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കണം. വാൻഡോ ഫാക്ടർ എപ്പോൾ എടുക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ? ബെൻസോയിക് ആസിഡ് ഡൈമർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാൻഡോ ഫാക്ടർ കണ്ടുപിടിക്കണം. ആ വാൻഡോ ഫാക്ടറിന് ആണ് നമുക്ക് എവിടെ എത്താൻ പറ്റുക? നമുക്ക് ആൽഫയിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ട ആളെന്ന് പറഞ്ഞത് I അല്ലേ? ആ I ഞാൻ അവിടെ വെച്ചു. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ് വരിക മക്കളെ? 2.94 അല്ലേ? ഡിവൈഡഡ് ബൈ എന്ത് വന്നു? KF ഇൻറ്റു മൊളാലിറ്റി വന്നു അല്ലേ? അപ്പം നമുക്ക് KF തന്നിട്ടുണ്ടോ? 4.9 തന്നിട്ടുണ്ട്. മൊളാലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. മൊളാലിറ്റി എന്തായിരിക്കും വരിക മക്കളെ? മൊളാലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ആരെ എടുക്കണം? നമുക്ക് തന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ടുള്ളത് ബെൻസോയിക് ആസിഡ് അല്ലേ? ഇൻ 35 grams ഓഫ് ബെൻസീനാ തന്നിട്ടുള്ളത്. അപ്പം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ് എത്രയാണ്? 122 അല്ലേ തന്നിട്ടുള്ളത്? തീർന്നിട്ടില്ലല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാസ് ഓഫ് സോൾവെന്റ് അല്ലേ? സോൾവെന്റ് ആരാ? ബെൻസീൻ. അതെത്ര? കിലോഗ്രാമിലാക്കണം. 1000. എടാ നമ്മൾ എന്താ ചെയ്തേ? വാഷിംഗ് മെഷീൻ 1000 മുകളിൽ പോയി. ഇയാളാരാ? വാഷിംഗ്ടൺ. അതിനെ ഞാൻ നേരെ ഇങ്ങോട്ട് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനൊന്നും കൂടെ മാറ്റി എഴുതിക്കോട്ടെ. 5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 122 ഇൻറ്റു 35. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മൊളാലിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനെ അതേപോലെ ഇടട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? അതേപോലെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? I കണ്ടുപിടിക്കാമല്ലോ. I എന്തായി? 2.94 ഡിവൈഡഡ് ബൈ KF നമുക്കറിയാം 4.9 ഇൻറ്റു എത്ര വരുവാടാ? ഇയാൾ വരുമല്ലേ? 5 ഇൻറ്റു 1000. ഈ താഴെയുള്ള ആൾ എന്തായി മക്കളെ? മുകളിലേക്ക് പോയി. ഇൻറ്റു 122 ഇൻറ്റു എത്ര വന്നടാ? 35 വന്നു. ഓക്കെ ആണോ? 122 ഇൻറ്റു 35 വന്നു. നമ്മൾക്ക് ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം നമുക്കൊരു വാല്യൂ കിട്ടൂലേ? എന്നിട്ട് നമ്മൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആൽഫയിലേക്ക് പോകണമല്ലേ? ആൽഫ അസോസിയേഷൻ അല്ലേ വരിക. കാരണം എന്താ? അവിടെ ഡൈമർ ഫോം ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അസോസിയേഷൻ്റെയും ഡിസോസിയേഷൻ്റെയും. I-1/1/n-1. ആരുടെ കേസിൽ? അസോസിയേഷൻ്റെ കേസിൽ. ഡിസോസിയേഷൻ ആണെങ്കിലോ മക്കളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കണം. I-1/n-1. ഈ ഡൈമറിൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ ആരെടുത്തിട്ടുണ്ട്? ബെൻസോയിക് ആസിഡ് ആണെന്ന് വിചാരിച്ചോ. ഇയാൾ ഞാൻ A എടുക്കുകയാണ്. എത്ര എണ്ണം ഉണ്ട്? NA ഉണ്ട്. ഇയാൾ എന്തുണ്ടാവുന്നുണ്ട്? ഇപ്പം ഡൈമറോ ട്രൈമറോ ആരെങ്കിലും ആയിക്കോട്ടെ, അത് ഇങ്ങനെയായി മാറുന്നുണ്ട്. അതായത് ഞാൻ അസറ്റിക് ആസിഡിനെ എടുക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഈ ബെൻസോയിക് ആസിഡിനെ എടുക്കുക. ഞാൻ 2 അസറ്റിക് ആസിഡിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ കൂടി ചേർന്ന് ഒരാളായി മാറി മക്കളെ. എന്തായി മാറി? ഒരാളായി മാറി. മൊത്തത്തിൽ ഒരാളായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 കൂടി ചേർന്നിട്ട് എന്തായി? ഇങ്ങനെ ഒരാളായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളെ ആണ് നമ്മൾ N ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡൈമർ ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഇവിടുത്തെ N എത്രയായി? 2 ആയി. ഇവിടുത്തെ N എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? 2 ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? ആൽഫ കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? കാൽക്കുലേറ്റർ ഉണ്ടാവും. ഷടപടേന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? കട്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിൻ്റെ വാല്യൂ ഒന്ന് പറഞ്ഞേ. ഇത് 7 ആയില്ലേ? ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? 7/5. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടുന്ന ഏകദേശം ഒരു 0.512 ആണ്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു 0.5ൻ്റെ അടുത്ത് തന്നെ എന്തായാലും വരില്ല. ലോജിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ഡൈമറല്ലേ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ആൽഫ അസോസിയേഷൻ അല്ലാതെ കണ്ടുപിടിക്കേണ്ടത് ഡിസോസിയേഷൻ ആണോ? അല്ലല്ലേ. ഓക്കെ, ആൽഫ അസോസിയേഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? I-1 ഡിവൈഡഡ് ബൈ ഇങ്ങനെയല്ലടാ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 0.512 ആടാ. -1 വന്നു. താഴെ എന്ത് വന്നിട്ടുണ്ട്? എൻ എത്രയാണ് മക്കളെ വന്നത്? ഇവിടുത്തെ കേസിൽ ഡൈമർ ഉണ്ടായതുകൊണ്ട് എൻ എത്ര വന്നു? 2 വന്നു അല്ലേ? അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ എത്രയായി? 0.5. 0.5 എന്ന് 1 പോയി എത്രയായി? -0.5 അല്ലേ മക്കളെ വരിക? -0.5 പറഞ്ഞ് മനസ്സിലായില്ലേ? 1/2 -1 -0.5. നമ്മൾ ഒന്നുകൂടെ മാറ്റി ചെയ്ത് എത്ര വരും? 0.488 വരില്ലടാ. -0.488 ഡിവൈഡഡ് ബൈ -0.5. മൈനസും പോയില്ലടാ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 0.976 കിട്ടുന്നുണ്ടോ? ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 0.976 പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിലോ എത്ര വരും മക്കളെ? 97 പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ 97.6% വരും. ഓക്കെ, എന്ത് അസോസിയേഷൻ? ഡിഗ്രി ഓഫ് അസോസിയേഷൻ മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആൽഫ അസോസിയേഷന് കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 0.976 പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 97.6. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ആൻഡ് EMF ഓഫ് ദി ഫോളോയിങ് സെൽസ് അറ്റ് 298 Kelvin. ആരാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നെൻസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നെൻസ്റ്റ് ഇക്വേഷൻ വഴി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? EMF ഓഫ് ദി സെല്ല് കണ്ടുപിടിക്കണം അല്ലേ? എടാ അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ സെൽ നൊട്ടേഷൻ തന്നിട്ടുണ്ട് അല്ലേ? നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ആരെ കാണാം? ഇവിടെ മഗ്നീഷ്യത്തിന് എന്ത് നടക്കുന്നുണ്ട്? മഗ്നീഷ്യം 2+ ആവുന്നുണ്ട്. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി, വിച്ച് മീൻസ് എന്താ? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ കോപ്പറിൻ്റെ കേസ് എടുത്തപ്പോഴോ Cu2+ എന്തായിട്ടുണ്ട് മക്കളെ? Cu ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ റിഡക്ഷൻ നടന്നിട്ടുണ്ട്. കോപ്പർ 2+ൻ്റെ ആണെങ്കിലും മഗ്നീഷ്യം 2+ൻ്റെ ആണെങ്കിലും മൊളാരിറ്റി അതായത് കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. നമുക്ക് പണി എളുപ്പത്തിൽ ചെയ്യാലോ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും റിയാക്ഷൻ എന്താ നടക്കുന്നത്? എടാ നമ്മളുടെ അടുത്ത് ആരുണ്ട്? മഗ്നീഷ്യം ഉണ്ട് കേട്ടോ. ഓക്കെ, മഗ്നീഷ്യം എന്തായി മാറുന്നുണ്ട്? മഗ്നീഷ്യം 2+ ആയി മാറുന്നുണ്ടടാ. അതല്ലേ ഓക്സിഡേഷൻ നടന്നെന്ന് പറഞ്ഞത്? തീർന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ അടുത്ത് ആരും കൂടെ ഉണ്ട്? കോപ്പർ ഉണ്ടടാ. Cu2+ അല്ലേ? Cu2+ എന്തായിട്ട് മാറുന്നുണ്ട്? അത് റിഡക്ഷൻ നടന്ന് കോപ്പറും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ റിയാക്ഷൻ നടക്കുന്നില്ലേ? നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി എഴുതി. അക്കാര്യത്തിൽ കുഴപ്പമില്ല. നമുക്കിനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി. ഈ സെല്ല് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാലോ. ആരെ അറിയാം? നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ അറിയാം. E0 സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആര് വരും മക്കളെ? ആര് വരും? Mg2+ വരും. Mg2+ ഡിവൈഡഡ് ബൈ Cu2+. അതെങ്ങനെയാടാ വന്നത്? Mg2+, Cu2+. എടാ ഇവിടെ ശരിക്കും ലോഗ് KC എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റുന്നില്ലേ? KC നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചിട്ടില്ലേ? എന്താ KC എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ അതായത് Mg + Cu2+ gives Mg2+ + Cu അല്ലേ? ഇതിൽ നമ്മൾ KC ഇങ്ങനെ കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയുള്ള മക്കളെ? Mg2+ ഉണ്ട് അല്ലേ? Mg2+ ഉണ്ട് ഇൻറ്റു Cu ഉണ്ട് ഡിവൈഡഡ് ബൈ താഴെ ആരാളുള്ളത്? Cu2+ ഉണ്ട്. ഒപ്പം തന്നെ ആരുണ്ട് മക്കളെ? Mg ഉണ്ട് അല്ലേ? നമ്മൾ പ്യുവർ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവർ ഒഴിവാക്കുന്നത്. പ്യുവർ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്? 1 ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആര് പോയി? ഇയാളും പോയി 1 അല്ലേ വന്നത്? അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Mg2+, കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ഡിവൈഡഡ് ബൈ എന്താ വന്നിട്ടുള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് Cu2+ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ കാര്യത്തിൽ? അപ്പോൾ സംശയമല്ല. എന്നാൽ അപ്പോൾ നമുക്ക് അതാണ് എന്ത് നമ്മൾ പൊതുവെ എന്ത് KCയിലേക്ക് പറയുന്നതല്ലേ? ശരിയടാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇയാളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ Mg2+ൻ്റെ ആണെങ്കിൽ Cu2+ൻ്റെ ആണെങ്കിൽ എവിടെ തന്നിട്ടുണ്ട്? ഇവിടെ ആയിട്ട് തന്നിട്ടുണ്ടല്ലോ. ഇത് നേരിട്ട് കൊടുത്താൽ എന്തായി? ഉത്തരമായില്ലടാ. അപ്പോൾ നമുക്ക് E0 സെൽ ആരാ? 2.71 -0.059 ഡിവൈഡഡ് ബൈ n എത്രയാണ് മക്കളെ? എടാ n 2 അല്ലേടാ. അതെങ്ങനെ 2 വന്ന് നോക്കിയേ? മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് എന്തായി? Mg2+ ആയി. കോപ്പർ 2 ഇലക്ട്രോൺ ഇങ്ങ് വാങ്ങിയില്ലേ? അതെന്തായി? Cu ആയി. Cu2+ എന്തായി? Cu ആയി. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വന്ന് എത്രയാണ് മക്കളെ? 2 അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് 0.001 ഡിവൈഡഡ് ബൈ 0.0001
1 ആണല്ലോ. നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. 2.71 മൈനസ് ഇയാളെ ചെറുതാക്കി എന്ത് വരും? 0.02545 അല്ലടാ വരിക, 45 ഡിവൈഡഡ് ബൈ ചെയ്താട്ടോ. ലോഗ് ഇയാൾ ബൈ ഇയാൾ എന്താ വരിക? 0.001 ഡിവൈഡഡ് ബൈ 0.0001 എന്ന് പറയുമ്പോൾ അത് 10 മക്കളെ വരിക. ലോഗ് 10 എന്ന് പറഞ്ഞാൽ എത്രയാടാ? അത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്താക്കാം? മൊത്തത്തിൽ ചുരുക്കിയിട്ട് എന്താക്കാം? അതായത് ഇയാൾ ഇൻറ്റു ഇയാളല്ലേ, ഇയാൾ നമുക്ക് എന്ത് ചെയ്തു? 0.059 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ 0.02545 കിട്ടി. ഇൻറ്റു ലോഗ് ഇയാളെ ചെയ്തപ്പോൾ എന്തായി? ലോഗ് 10 ആയി. ലോഗ് 10ൻ്റെ വാല്യൂ 1. അപ്പോൾ നമുക്ക് ബാക്കി എന്തായി? 0.02545 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു 2.68 വോൾട്ട് കിട്ടും ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 2.68 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് Kc ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ദ ഡാനിയൽ സെൽ. ആരാടാ ഡാനിയൽ സെല്ല്? ഡാനിയൽ സെല്ലിൽ സിങ്കിന് എന്ത് നടക്കുന്നുണ്ട് മക്കളെ? ഓക്സിഡേഷൻ നടന്നിട്ട് സിങ്ക് 2+ ആവുന്നുണ്ട്, Zn 2+ ആവുന്നുണ്ട്. എന്നാൽ അവിടെ കോപ്പർ ഉണ്ടടാ, Cu 2+ ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? അത് റെഡ്യൂസ് ആയിട്ട് Cu ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്നത്. നമ്മളുടെ ഇയാളുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 1.1 വോൾട്ടാടാ. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട് എന്നല്ല, ഓർക്കണം എന്ത് പറയുമ്പോൾ ഡാനിയൽ സെല്ലാണെന്ന് പറയുമ്പോൾ. ഓക്കെ, സിങ്ക് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്, കോപ്പർ എന്തായിട്ടുണ്ട്? റിഡക്ഷനും നടന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് 1.1 വോൾട്ടാണ്. ഓക്കെ, മുന്നത്തെ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാനിയൽ സെല്ലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അത്രയും ഓക്കെയാണ്. നമുക്ക് എന്താ ഇനി വേണ്ടത്? Kc കണ്ടുപിടിക്കണല്ലേ. Kc കണ്ടുപിടിക്കാൻ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? നെയിൻസ്റ്റ് ഇക്വേഷൻ. ഇക്വിലിബ്രിയം ആയതുകൊണ്ട് തന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഈ സെല്ലിൻ്റെ വാല്യൂ, ആരുടെ വാല്യൂ? സെൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. കാരണം എന്താ? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്തായിട്ടുണ്ട്? സെയിം ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെല്ല് 0 ആയി. അപ്പോൾ നമുക്ക് അറിയാം ഈ സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിൻസ്റ്റ് ഇക്വേഷൻ പ്രകാരം ഈ 0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n ലോഗ് Kc ആണല്ലേ. ലോഗ് Kc എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് കോൺസെൻട്രേഷൻ എടുക്കും, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പോൾ ഈ സെൽ എന്തായിട്ടുണ്ടാ? 0 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇയാളെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഈ സെല്ലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. E0 സെല്ലിനെ സെൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ഉണ്ടാവില്ലേ? അപ്പുറത്തും ആരുണ്ട്? ഒരു മൈനസ് ഉണ്ട്. മൈനസും പോയി. അപ്പോൾ ആര് വന്നു? ഡിവൈഡഡ് ബൈ n ലോഗ് Kc ആയടാ. ലോഗ് Kc. ഈ കാര്യത്തിൽ മക്കൾക്ക് സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ആണല്ലോ. നമുക്ക് ഇയാളെ തന്നിട്ടുണ്ടല്ലോ 1.1, 0.059. n എത്ര മക്കളെ വന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. Zn എത്രയാണ്? Zn 2+ ആണല്ലോ. Zn 2+ ആയിട്ടുണ്ട്. 2 ഇലക്ട്രോൺ. Cu 2+ ആണെങ്കിലോ Cu ആവാൻ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് എത്രയാണ്? 2 ലോഗ് Kc. ഇനി എന്ത് ചെയ്യുക? ആ ലോഗ് Kcനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതായത് ലോഗ് കേസിനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആരുണ്ടാവും? ഈ 1.1നെ ഇൻറ്റു 2 വരും അല്ലേ? 1.1 ഇൻറ്റു 2 വന്ന് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. മുകളിലുള്ള ആൾ താഴെ എത്തി. 0.059 ആയി. ആണല്ലോടാ. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? അപ്പോൾ എന്ത് വന്നു നമുക്ക്? ലോഗ് കേസിലെ വാല്യൂ ഇട്ട് അതൊരു 37.28 ആ റേഞ്ചിലെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ Kc കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ആൻറ്റി ലോഗ് എടുക്കണം. ഞാനിവിടെ നിന്ന് പറയും മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻറ്റി ലോഗ് എടുക്കാം അല്ലേ? ആൻറ്റി ലോഗ് ഓഫ് 37.28 ആ റേഞ്ചിലല്ലടാ കിട്ടുന്നത്. നമുക്കതൊരു 1.65 ഇൻറ്റു 10⁻37 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് Kc കിട്ടിയിട്ടുണ്ടാവുക. യൂണിറ്റ് ഉണ്ടോ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അല്ലടാ. അപ്പോൾ യൂണിറ്റ് ഉണ്ടോ? ഇല്ലല്ലേ. 1.65 10⁻37 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്, Kc കിട്ടുന്നത്. മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 20 minutes വിത്ത് എ കറണ്ട് ഓഫ് 1.5 ആംപിയർ. വാട്ട് ഈസ് ദി മാസ് ഓഫ് ദ കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്? കോപ്പറിൻ്റെ അറ്റോമിക് മാസും തന്നിട്ടുണ്ട്. മക്കളെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോ ഓർമ്മ ഉണ്ടാവണം? ഫാരഡേസ് ഫസ്റ്റ് ലോ ഓർമ്മ ഉണ്ടാവണം അല്ലേ? അപ്പോൾ എന്താ? വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തതിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? W = Z/T. ഈ Z എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോകെമിക്കൽ ഇക്വലൻ്റ് അല്ലേ? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നമുക്ക് ഒന്നും കൂടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ എന്താ? 96500 1 ഫാരഡ് ഇൻറ്റു കറണ്ട് I ഇൻറ്റു T. ഇങ്ങനെ ആയല്ലോ. ടീന് സെക്കൻഡിൽ കേട്ടോ, സെക്കൻഡ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലൻ്റ് വെയിറ്റ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് ആരവിടെ വരിക? കോപ്പർ അല്ലേ? അതായത് നമുക്ക് തന്നിട്ടുള്ള മോളാർ മാസ്, അതായത് തന്നിട്ടുള്ള മാസ് എന്താണോ, മോളാർ മാസോ അല്ലെങ്കിൽ മോളിക്യൂളാണോ തന്നിട്ടുള്ളത്, അത് ഡിവൈഡ് ബൈ n ഫാക്ടറാണ്. സപ്പോസ് നമ്മളിപ്പോൾ കോപ്പറിന് എന്താ സംഭവിക്കുക? കോപ്പർ സൾഫേറ്റിൽ Cu 2+ ആയിട്ടല്ലടാ.
കോപ്പർ സൾഫേറ്റിൽ കോപ്പറുള്ളത് Cu2+ഉം പിന്നെ ആരാൾ സൾഫേറ്റിൽ SO4 2- അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? കോപ്പറിൻ്റെ മുകളിൽ വന്ന ചാർജ് എത്രയാണ് മക്കളെ? 2+ അല്ലേ. അപ്പോൾ നമ്മൾ മോളാർ മാസ് ബൈ എൻ ഫാക്ടർ എന്ന് പറയുക. ഇവിടെ എന്താ വരിക? ഇക്വലന്റ് വെയിറ്റ് ഓഫ് കോപ്പർ പറയുമ്പോൾ ഇവിടെ 2 വന്നു. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എടുത്തു നോക്കുമ്പോൾ 63/2 വന്നു. ആരുടെ കേസിൽ? കോപ്പറിൻ്റെ കേസിൽ. ഇനി നമുക്ക് ബാക്കി എഴുതാലോ. ഇക്വലന്റ് വെയിറ്റ് നമുക്ക് 63/2 വന്ന് ഡിവൈഡഡ് ബൈ 96500 ഉണ്ടല്ലേ. അക്കാര്യത്തിലും സംശയമില്ല. എത്ര വന്നിട്ടുണ്ട് മക്കളെ? എത്രയാണ് വന്നിട്ടുള്ളത്? 1.5 ആംപിയർ ഇൻറ്റു ടൈം എത്ര വന്നിട്ടുണ്ട്? 20 മിനിറ്റ് അല്ലടാ. 20 ഇൻറ്റു സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 60 ആയി. കട്ട് ചെയ്ത് പോകാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 63 ഇൻറ്റു 1.5 ഇൻറ്റു 20 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96500. കട്ടായി. ഈ രണ്ടും കട്ടായി. 63 ഇൻറ്റു 1.5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 965. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 0.57 അല്ലെങ്കിൽ ആ ഒരു 0.5 റേഞ്ചിലാണ്, 0.5 ഗ്രാം ആ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്ന മക്കളെ. ഒരു 0.57 ഗ്രാം ആ റേഞ്ചിലാണ് എൻ്റെ W കിട്ടിയിട്ടുള്ളത് ഗ്രാമിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത്? 0.5 ആ റേഞ്ചിലാണ് വരുന്നത്. 0.57 ആ റേഞ്ചിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ ഈസ് 1.1. നമുക്കറിയാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ. ഏതാടാ ഇക്വേഷൻ? ΔG - NF E0 സെൽ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡിൻ്റെ എണ്ണം 2. അത് കിട്ടി. അപ്പോൾ -2 ഇൻറ്റു ആരുടെ എത്രടാ? 96500 അല്ലേ. ഇൻറ്റു ഈ സെൽ എത്രയാ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.1. ഇത് ചെയ്യുമ്പോൾ മക്കൾക്ക് എത്ര കിട്ടും? ഒരു -212.3 ഇൻറ്റു 10⁻³ ജൂള് കിട്ടും. അഥവാ -212.3 കിലോ ജൂള് കിട്ടും. കിട്ടിയോടാ? അപ്പോൾ ഇതാണ് എന്ത് കിട്ടുക? ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ SN4+ ബാർ SN2+. സ്റ്റാനസ് അല്ലേ. ഓക്കെ, സ്റ്റാനസ് ആയിട്ടുണ്ട്. കപ്പിൾ ഈസ് +0.15 വോൾട്ട് ആൻഡ് ഫോർ CR3+ ബാർ CR3 couple is 0.73 volt. These two couple are connected to make an electrochemical cell. The redox reaction is spontaneous. The cell potential is, നമ്മളോട് എന്താ മക്കളെ ചോദിച്ചിട്ടുള്ളത്? എടാ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കേസിലാണെങ്കിലും SN4+ SN2+ ആയി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ അവിടെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? റിഡക്ഷൻ നടക്കുകയാണ്. ഇയാളുടെ കേസിലോ CR3+ CR ആയി +3 എന്തായി 0 ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? റിഡക്ഷനാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്? സെൽ പൊട്ടൻഷ്യലാണ്. അതപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് മക്കളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തരുടെ തന്നിട്ടുമുണ്ട്. ആദ്യത്തെ ആളുടെ കേസിൽ എത്രയാണ് വന്നത്? അത് 0.15 ആണ്. രണ്ടാമത്തെ ആളുടെ കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ആണ് കേട്ടോ മക്കളെ. ആ മൈനസ് ഇവിടെ ഉള്ളതാണ്. -0.73 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് അതും കിട്ടിയിട്ടുണ്ടല്ലേ. എടാ ഇതിൽ ആരാടാ ആനോഡ്, ഇതിൽ ആരാ കാഥോഡ് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? അല്ലെങ്കിൽ ആർക്കാണ് ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ആർക്കാണ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് എങ്ങനെ മനസ്സിലാവുക? എടാ തന്ന വാല്യൂവിൽ ആർക്കാണോ പോസിറ്റീവ് വാല്യൂ ഏറ്റവും കൂടുതലുള്ള അയാളായിരിക്കും നമ്മളുടെ ഹയസ്റ്റ് ആയിട്ട് ചെയ്ത് എടുക്കുന്നത്, നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ നമുക്ക് 0.15 ഉണ്ട്, ഒപ്പം തന്നെ -0.73 ഉണ്ട്. ആരാ വലുത്? ഇയാളാ വലുത്. അപ്പോൾ ഇയാൾക്കായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വരിക. അപ്പോൾ നമുക്ക് E0 സെല്ല് കാണാലോ, അല്ലെങ്കിൽ ഈ സെല്ല് കാണാലോ. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്? വലിയ ആളിൽ നിന്നും ചെറിയ ആൾ കുറച്ചാൽ മതി. വലിയ ആളെന്ന് പറഞ്ഞ ആൾ ആരാ മക്കളെ? ഇവിടെ 0.15 അല്ലേ. മൈനസ് ഇയാൾക്ക് ഒരു മൈനസ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ എന്ത് വന്നു? 0.73 ആയില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വരണം അല്ലേ. മൈനസ് ഓഫ് മൈനസ് എന്തായി? പ്ലസ് ആയി. 0.73 ആടാ. 0.73 ആയപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്? മൊത്തം 0.88 വോൾട്ടേജ് ആയിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? എന്താ സംഭവിച്ചത്? നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് കാണുകയാണ്. 2 വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചാൽ സെൽ പൊട്ടൻഷ്യൽ ചോദിച്ചാൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ചോദിച്ചാൽ നിങ്ങൾ എന്തെടുക്കണം?
നിങ്ങൾ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കണം. വലുത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തന്നതിൽ വലിയ ആളെടുത്താൽ മതി. ഫോർ എൻ എക്സാമ്പിൾ നമുക്ക് വേറൊരു കണ്ടീഷൻ നോക്കാം. 0.5ഉം 0.3ഉം തന്നിട്ടുണ്ട്, ഇയാളെടുക്കാം. 0.5ഉം -0.7ഉം തന്നിട്ടുണ്ട്, ഇയാളെടുക്കണം. -0.5ഉം -0.7ഉം തന്നിട്ടുണ്ട്, ആരെടുക്കണം മക്കളെ? ഇതിൽ വലിയ ആളെന്ന് പറയുന്ന ആരാടാ? ഇയാളല്ലേ. കാരണം എന്താ? മുന്നിൽ നെഗറ്റീവ് ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ ആളെന്ന് പറഞ്ഞാൽ ഇയാളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്ന ആളിന് വലിയ ആളെ എടുക്കുക, വലിയ ആൾ മൈനസ് ചെറിയ ആൾ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? ഈ സെല്ല് കണ്ടുപിടിക്കുക. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി. എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഓർമ്മയുണ്ടാവണം, വലിയ ആൾ മൈനസ് ചെറിയ ആൾ. അടുത്ത് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഫോർ കോൾറാഷ്യസ് ലോ വന്നിട്ടുണ്ട് അല്ലേ. NH4Cl NaOH ആൻഡ് NaCl സൊല്യൂഷൻ അറ്റ് 298 Kelvin R 110, 100 and 105 centimeter square mole inverse respectively. Calculate the molar conductivity of NH4OH solution. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം അല്ലേ. അപ്പം മുകളിലൊരു ഇത് വരണ്ടടാ. ആരതാ ചോദിച്ചത്? NH4OH അല്ലേ ചോദിച്ചത്? NH4OH ആണല്ലേ നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, എന്തറിയാം? കോൾറാഷ്യസ് ലോ അറിയാലോ, ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ അറിയാലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാം ഈ ഇലക്ട്രോലൈറ്റിൻ്റെ എന്താ നമ്മളുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കറസ്പോണ്ടിങ് അയോൺസിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ സമ്മയിരിക്കും. അതായത് NH4+ൻ്റെയും ഒപ്പം തന്നെ ആരുടെയാ മക്കളെ? λ0 ഓഫ് OH- കൂടി സമ്മായിരിക്കും ആരുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? നമ്മളുടെ അമോണിയം ഹൈഡ്രോക്സിൻ്റെ NH4OH തന്ന ആൾക്കാരെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്? λ0 ആരെ തന്നിട്ടുണ്ട്? NH4 അമോണിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട്, NH4Cl. അത് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? അത് നമുക്ക് 1 ടൺ തന്നിട്ടുണ്ട് അല്ലടാ, 1 ടൺ തന്നിട്ടുണ്ട്. ശരിക്കും ഈ അമോണിയം ക്ലോറൈഡിൽ ആരാ ഉള്ളതാടാ മക്കളെ? ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? λ0 NH4+ ഉണ്ട്, അത് നമുക്ക് വേണ്ട ഒരാളാണല്ലോ. പ്ലസ് ആരുണ്ടടാ? λ0 Cl- ഉണ്ട്, അയാളെ നമുക്ക് വേണ്ടല്ലേ. അടുത്ത ആളെന്ന് പറഞ്ഞ് തന്നത് ആരെയാടാ? NaOH സോഡിയം ഹൈഡ്രോക്സൈഡിനെ അല്ലേ. NaOH തന്നിട്ടുണ്ട്, അയാളെ ഇത് നമുക്ക് എത്രയാണ് തന്നത്? 100 ആടാ, 100. അതിന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? λ0 ഓഫ് Na+ഉം λ0 ഓഫ് OH-ഉം. നമുക്ക് OH- വേണം, പക്ഷേ ആരെ വേണ്ട? Na+നെ വേണ്ട. അടുത്ത ആൾ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരാ? NaCl ആടാ, NaCl λ0. അതിൻ്റെ എത്ര തന്നിട്ടുണ്ട് മക്കളെ? 105 തന്നിട്ടുണ്ട്. ഒക്കെ ആരാ? സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളിലാണേ. λ0 ഓഫ് Na+ പ്ലസ് λ0 ഓഫ് Cl-. മക്കളെ ഇതിൽ നമുക്ക് ഈ NH4OH മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആരൊക്കെ വേണം? ഇയാളിൽ നിന്നും നമുക്ക് ആരെ വേണം? ഇയാളെ വേണം ആണല്ലോ. അമോണിയം ക്ലോറൈഡിൽ നിന്നും ഞാൻ ആരെടുക്കുന്നുണ്ട്? λ0 ഓഫ് NH4+ എടുക്കുന്നുണ്ട്. ഇയാളെ വേണോ? വേണ്ട. ഇനി ഇയാളെ കേസിൽ നിന്ന് NaOH നിന്ന് ഞാൻ ആരെടുക്കുന്നുണ്ട്? ഇയാളെ എടുക്കുന്നുണ്ട്. എന്നാലോ ഇയാളുടെ കേസിലോ? ഇയാളുടെ കേസിൽ Na+ ഉണ്ട്, Cl- ഉണ്ട്, രണ്ടാളും നമുക്ക് വേണ്ട. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു അഡീഷണൽ λ0 Cl- വന്നിട്ടില്ലടാ. അയാളെ എനിക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇയാളിൽ നിന്നും ഇയാൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ Cl പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ NaOH നിന്നും ആര് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്? Na+ വന്നിട്ടില്ലടാ. ആ Na+നെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇയാളെ കുറച്ചാൽ മതി. പറഞ്ഞു വന്നത് എന്താ? നമുക്ക് NH4OH കിട്ടണ്ടേ λ0. അത് കിട്ടണമെങ്കിൽ അത് കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് നോക്കിയേ? ഇയാൾ കൊടുക്കുന്നുണ്ട്, ഇയാളും കൊടുക്കുന്നുണ്ട്. ഇവരെ രണ്ടാളെയും കൂടി കൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ NH4OH ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അഡീഷണൽ ആയിട്ട് ആരുണ്ടാവും മക്കളെ? ഒരു λ0 Na+ ഇവിടെയുണ്ട്, ഒരു λ0 Cl- ഉണ്ട്. അയാൾ എങ്ങനെ പോക്കും? ഇയാൾ ആയിട്ട് കുറച്ചാൽ മതി. കാരണം എന്താ? ഇയാളിൽ Na+ ഉണ്ട്, Cl- ഉണ്ട്. അപ്പോൾ കുറയ്ക്കുമ്പോൾ എന്താവും? മൊത്തത്തിൽ പോവും. മനസ്സിലായോ? നമുക്കത് എങ്ങനെയാണ് ചെയ്തു നോക്കാം. അപ്പോൾ ഇങ്ങനെ വരും. λ0 ഓഫ് NH4OH വിൽ ബി ഈക്വൽ ടു എന്താ വരിക? λ0 ഓഫ് NH4Cl അടാ. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം എന്താ? അവിടെ ആരുണ്ട്? അവിടെ നമുക്ക് NH4 കൊടുക്കുന്നുണ്ട്. പ്ലസ് നമുക്കിനി OH-നെ വേണ്ട. OH-നെ ആര് കൊടുക്കും? λ0 ഓഫ് NaOH കൊടുക്കും. λ0 ഓഫ് NaOH കൊടുക്കും. പക്ഷെ നമുക്ക് വേണ്ടാത്ത കുറച്ച് ആൾക്കാരില്ലേ? Cl- Na+, അവനെ ഒഴിവാക്കണേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്യുക. ആരെ സബ്ട്രാക്ട് ചെയ്യണത്? NaCl-നെ. λ0 NaCl. അപ്പോൾ NaCl-നെ എടുക്കുമ്പോൾ എന്താവും? Na+ ഇതിലുള്ളത് പോവും, Cl- ഇതിലുള്ളതും പോവും. സബ്ട്രാക്ട് അല്ലേ ചെയ്തത്, ആഡ് അല്ലല്ലോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 110 + 100
മൈനസ് 105. അപ്പോൾ എത്ര വന്നു? 105 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്, സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആൻസർ 105 കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ മക്കളെ? സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നാളത്തെ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ of 0.001 molar acetic acid is 4 into 4.95 into 10 to minus 5 Siemens centimeter square mole inverse. Calculate the degree of dissociation. നമ്മളോട് ചോദിച്ചാൽ എന്താ? ആൽഫ കണ്ടുപിടിക്കാനല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ടോ? പക്ഷേ അത് ആർക്കൊക്കെ തന്നിട്ടുണ്ട്? 2 അയോൺസിന് തന്നിട്ടുണ്ട്, H+നും തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ആർക്ക് തന്നിട്ടുണ്ട്? CH3CO- തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് 2 അയോൺസിന് തന്നിട്ടുണ്ട്. കോൾട്രാഷ്യസ് ലോ വീണ്ടും വരിക കേട്ടോ. കോൾട്രാഷ്യസ് ലോ പ്രകാരം നമുക്ക് അസറ്റിക് ആസിഡ്, അതായത് CH3COH മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഇയാളുടെ മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് ഇയാളുടെ മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കുമല്ലോ. അത് രണ്ടുകൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടി. അപ്പോൾ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? λm/λm0. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? ആൽഫ ഈക്വൽ ടു എന്താ വരികടാ? λm/λm0. λm നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് വരിക? 4.95 into 10⁻⁵. ആ കാര്യത്തിൽ മക്കൾക്ക് സംശയമില്ലല്ലോ. പിന്നെ ആരാ കണ്ടുപിടിക്കേണ്ടത്? λm0 ആണല്ലോ. λm0 ആരെ കണ്ടുപിടിക്കാനാടാ? CH3COOH കണ്ടുപിടിക്കണം. COOH കണ്ടുപിടിക്കണം. λm0 CH3COH നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ആരൊക്കെ എടുത്താൽ മതി? λ0 ആരെ ആദ്യം എടുക്കണം? CH3COO- തന്നിട്ടുണ്ട്, പ്ലസ് എന്താ? λ0 H+ എടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ആൾ തന്നിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ നോക്കേണ്ട അടുത്ത് തന്ന വാല്യൂസ് ഒന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. 50.5 into 10⁻⁵ പ്ലസ് ആരുണ്ട്? 340 into 10⁻⁵ സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് പെർ മോൾ ഇൻവേഴ്സ്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാലോ? എത്ര ഒരു 390.5 into 10⁻⁵. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോടാ. ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് നേരെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇക്വേഷനിൽ, ആൽഫയുടെ ഇക്വേഷനിൽ. 4.95 into 10⁻⁵ ഡിവൈഡഡ് ബൈ എന്താ വരിക? 390.5 into 10⁻⁵. ഇവിടെ കട്ടായി. ഇത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടുമടാ? ഒരു 0.0 വരും എന്തായാലും. ഒരു 127 ആ റേഞ്ചിലല്ലേ വരിക. മുകളിലും താഴെ ആരാ? സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്തായി മക്കളെ? അത് ക്യാൻസലായി പോയി. സോ ആൽഫ എത്ര കിട്ടി? 0.0127 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.001 മോളാർ അസറ്റിക് ആസിഡ് ഈസ് 4 into 10⁻⁵ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, കാപ്പ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ്. നമുക്ക് ആരെ തന്നിട്ടുണ്ട്? കാപ്പ തന്നിട്ടുണ്ടടാ. കാപ്പ എത്രയാണ് തന്നിട്ടുള്ളത്? 4 into 10⁻⁵. 4 into 10⁻⁵ സീമൻ പെർ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമുക്ക് സ്മോൾ കെ കണ്ടുപിടിക്കണം. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അത് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. കാൽക്കുലേറ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ് ഇഫ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഫോർ അസറ്റിക് ആസിഡ് ഇസ് 390 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. നമുക്ക് ആരെ തന്നിട്ടുള്ളത്? കാപ്പയെ തന്നിട്ടുണ്ടല്ലേ. എടാ, കാപ്പ വഴി നമുക്ക് λm കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആരെ കണ്ടുപിടിക്കാൻ പറ്റും? മോളാർ കണ്ടക്ടിവിറ്റിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ആൽഫ എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞത്? ലാംഡ നമുക്ക് കാപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ലാംഡ ഈക്വൽ ടു എന്താ? 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി അല്ലേ. മൊളാരിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.001 മോളാണ്. അപ്പോൾ നമുക്ക് അവിടെ ആരെ കണ്ടുപിടിച്ചു? ലാംഡേനെ കിട്ടി, λm കിട്ടി. അപ്പോൾ നമുക്ക് ആൽഫ എങ്ങനെ കിട്ടുക? ആൽഫ പറഞ്ഞാൽ λm ഡിവൈഡഡ് ബൈ λm0. λm0 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൽഫയും കിട്ടി. ഇനി ആൽഫയിൽ നിന്നാണ് മക്കളെ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അതുവരെയുള്ള സ്റ്റെപ്പിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇയാൾ കാപ്പയാണ് മക്കളെ, ഇയാൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം? λm കണ്ടുപിടിക്കണം. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താടാ? നമുക്ക് ആൽഫ കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ നിന്നാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? കപ്പ into 1000 ഡിവൈഡഡ് ബൈ എന്താ മക്കളെ വരിക? മൊളാരിറ്റി അല്ലേ. ഇത് ഇത്ര കാപ്പ നമുക്ക് അറിയാം 4 into 10⁻⁵ ആടാ. അത് ഇൻറ്റു ഒരു 1000 വന്നടാ. താഴെ എന്താ വരിക? 0.001 അല്ലടാ. അതിനെ ഞാൻ എന്ത് ചെയ്തു? 10⁻³ എന്നെടുത്താലോ? ശരിയാണോ? 0.001 മോളിലെ ഞാൻ എന്താക്കി? 10⁻³ എടുത്ത്. ഇനി എന്ത് ചെയ്യും? ഈ 10⁻³ മോളിലേക്ക് പോയില്ലേ. അപ്പോൾ എന്തായി? 4 into 10⁻⁵ into 10⁻³ ഇവിടെ ഉണ്ട്. ഓൾറെഡി
ഒരു 10⁻³ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ താഴെയുള്ള ആൾ മുകളിലേക്ക് എത്തിയപ്പോൾ എത്രയായി? 10⁻⁶ ആയി. കട്ടാവില്ലടാ, കട്ടായി ഇവിടെ 1 ആയി. അപ്പോൾ ആരുണ്ട്? 40 ആയി. 40 ആയി. സീമൻ എന്തായിട്ടുണ്ട്? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 40 കിട്ടിയിട്ടുണ്ട്. ലാംഡ ഇവിടെ തീർന്നോ? ഇല്ല. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണടാ? ഇനി ആൽഫയെ കണ്ടുപിടിക്കണം. നമ്മൾ ആൽഫയെ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഇയാളെ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് ന്യൂമറിക്കലിൽ ചോദിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആടാ ഇത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ആൽഫയെ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ എം നോട്ട് ആണല്ലോ. ലാംഡ എം എത്രയുണ്ട്? 40 ഉണ്ട്. ലാംഡ എം നോട്ടോ 390 ഉണ്ടടാ. ഓക്കെ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് അല്ലടാ. ഓക്കെ, സോ 40 ഡിവൈഡഡ് ബൈ ആര് വന്നിട്ടുണ്ട്? 390 വന്നിട്ടുണ്ട്. കട്ടായി 4/39. നമുക്ക് ഏകദേശം എത്ര കിട്ടും? ഒരു 0.1 കിട്ടില്ലേ? 0.1025 ആ റേഞ്ചിലേക്ക് കിട്ടുമായിരിക്കും ആൽഫ എന്ന് പറഞ്ഞത്. ആൽഫയിൽ നിന്നോ പരിപാടി? നിന്നിട്ടില്ലല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി മുന്നോട്ട് പോകണം. എടാ, നമുക്ക് തന്ന ആളെന്ന് പറയുന്ന ആരാ? CH3COOH അല്ലേ? ഇയാൾ വെള്ളത്തിലിടുമ്പോൾ എന്ത് നടക്കുന്നുണ്ട് അറിയോ? ഇവിടെ ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് ആരാവുന്നുണ്ട്? CH3COO- H+ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, H+നെ വിട്ടു കൊടുക്കുന്നുണ്ട് ഒരു വീക്ക് ആസിഡ് ആണെങ്കിലും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ C എടുത്തെന്ന് വിചാരിച്ചോ. ഇനീഷ്യലി എടുത്തപ്പോൾ ഇവർ രണ്ടാളും കോൺസെൻട്രേഷൻ 0 അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. ആ കോൺസെൻട്രേഷൻ കുറഞ്ഞ എമൗണ്ട് ആണ് C ആൽഫ. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് എന്ത് വെച്ച് കിട്ടുന്നുണ്ട്? C ആൽഫ കിട്ടുന്നുണ്ട്. എടാ, നമ്മൾ പണ്ട് +1 ഇക്വിലിബ്രിയം പഠിച്ചപ്പോൾ ഇതുപോലെ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകാം? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പോകാം മക്കളെ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇവിടെ ആരാ? ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് ഇവിടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താ? ഇവിടെ ഡിസോസിയേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ എടുക്കേണ്ടത്? നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ അവിടെ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? നോക്കി, ഇവരുടെ പ്രൊഡക്റ്റ്, ഇയാളുടെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റും ഇയാളുടെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റിലെ അത് ഡിവൈഡഡ് ബൈ ആരാ? ഇയാളുടെ റിയാക്റ്റന്റിൻ്റെ കോൺസെൻട്രേഷൻ ആണല്ലോ. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം ഇയാളുടെ കോൺസെൻട്രേഷൻ എന്താ മക്കളെ? C ആൽഫ ഇൻറ്റു ഇയാളുടെ കോൺസെൻട്രേഷൻ എന്താ മക്കളെ? C ആൽഫ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? C- C ആൽഫ വന്ന് ആണല്ലോ. അവിടെ C- C ആൽഫ വന്ന്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മാറ്റിയത് എന്തായി? C² ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഞാനിതൊന്ന് കോമൺ ആയിട്ട് സീനെ പുറത്തെടുക്കട്ടെ. ബാക്കി ആര് വന്നടാ? 1 - ആൽഫ. C പോയി. C ആൽഫ സ്ക്വയർ ബൈ 1 - ആൽഫ. നിങ്ങൾ K കണ്ടിട്ടില്ലടാ. അത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായത്? ഇങ്ങനെയാണ് വന്നത്. രണ്ടാളിലേക്ക് പോകുമ്പോഴാണ് എന്ത് വന്നിട്ടുള്ളത്? C ആൽഫ സ്ക്വയർ -1 - ആൽഫ വരിക. ഡിസോസിയേഷൻ കോൺസ്റ്റന്റും ആൽഫയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമുക്ക് ഈ റിലേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ തന്നിട്ടുണ്ട് 001 തന്നിട്ടുണ്ട്. ആൽഫ എത്രയാണ് മക്കളെ വന്നിട്ടുള്ളത്? ആൽഫ നമുക്കറിയാം 0.1025 അല്ലേ വന്നിട്ടുള്ളത്. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ 1 - 0.1025. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും മക്കളെ? ഇത് ചെയ്യുമ്പോൾ ഒരു എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എത്ര കിട്ടും മക്കളെ? ഇതൊരു 1.46 × 10⁻⁻⁶ എന്ത് ചെയ്യുക? അത് കിട്ടുക. എനിക്കൊരു 1.46 × 10⁻⁻⁶ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടി. ആരെ? ഡിസോസിയേഷൻ കോൺസ്റ്റന്റിൻ്റെ പോയ വഴി മനസ്സിലായോ? നമ്മൾ എത്രത്തോളം ദൂരം മുന്നോട്ട് പോയെന്ന് മനസ്സിലായോ? ഓക്കെ മക്കളെ, അങ്ങനെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? നമ്മൾ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂമറിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാന ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമുള്ളതാണ്. ആ ഒരു സർട്ടൻ ഇക്വേഷൻസ് ഉണ്ട്. അത് എന്തായാലും മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്തായാലും ന്യൂമറിക്കൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ മക്കൾക്ക് ഓർമ്മയുണ്ടോ? 2.303 ഡിവൈഡഡ് ബൈ ആര് വന്ന്? T വന്ന്. പിന്നെന്ത് വന്ന്? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് RC ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ R ആണല്ലോ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? K തന്നിട്ടുണ്ട് ഓൾറെഡി. ഹൗ ലോങ് വിൽ 5 gram ഓഫ് ദിസ് റിയാക്ടൻറ്റ് ടേക്ക് ടു റെഡ്യൂസ് 3 gram എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ടൈമാണ്. 2.303 ഡിവൈഡഡ് ബൈ ആരെ തന്നിട്ടുണ്ടടാ? ആരെ തന്നിട്ടുണ്ട്? നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് 1.15 × 10⁻² എന്ത് തന്നിട്ടുണ്ട്? -2 തന്നിട്ടുണ്ട്. ലോഗ് എടുക്കണം അല്ലേ? ലോഗ് എടുക്കണം. ഇപ്പോൾ ഇവിടെ മാസിൻ്റെ ഇതിലാണ് തന്നിട്ടുള്ള കോൺസെൻട്രേഷൻ. ഇൻ ടേംസ് ഓഫ് മാസാണ് തന്നിട്ടുള്ളത്. ലോഗ് 5/3. നമുക്ക് ഒന്നുകൂടി ചെറുതാക്കിയാലോ? ഇതാരാ? 2.303. ഇയാളാരാ? 1.15. ഇത് കട്ടായി പോയില്ലേ? 2 ആയില്ലേ? അപ്പോൾ 2 10⁻⁻² മുകളിലേക്ക് പോയില്ലേ? സ്ക്വയർ. അപ്പോൾ 2 × 10⁻² ആയി. ഇനി ലോഗ് 5
ബൈ 3 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ലോഗ് എ ബൈ ബി അല്ലടാ. അപ്പം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് 5 മൈനസ് ലോഗ് 3 എന്ന് എഴുതിയാൽ നിങ്ങൾ എന്നെ ചീത്ത പറയില്ലല്ലോ. കാരണം ഇത് ശരിയല്ലേടാ. ലോഗ് എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി ആണല്ലോ. എന്നാൽ ഒന്നും കൂടെ മാറ്റി എഴുതട്ടെ. 2 ഇൻറ്റു 10 സ്ക്വയർ 200. ലോഗ് 5ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ വരിക? അതൊരു പോയിന്റ് ഒരു 699 ഇതിൽ നമുക്ക് തന്നിട്ടില്ല അല്ലേ? ഒരു 699 റേഞ്ചിലാടാ വരിക. മൈനസ് ലോഗ് 3ൻ്റെ എത്രയാണ് വരിക? അതൊരു 0.477 വരിക. ഓക്കെ, അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 2 ഇൻറ്റു 10 സ്ക്വയർ ഇൻറ്റു ഇത് എത്ര വരുന്ന ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു 0.222 അല്ലടാ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 444 സെക്കൻഡ് നമുക്ക് കിട്ടും മക്കളെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ടി എന്തിൻ്റെ ബേസിലാണ് കണക്കാക്കുന്നത്? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കെ തന്നത് സെക്കൻഡ് ഇൻവേഴ്സിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സമയം എടുത്തത് എന്തിൽ? സെക്കൻഡിൽ എടുത്തത്. ഇവിടെ മിനിറ്റ് ഇൻവേഴ്സിൽ തന്നാൽ ഇവിടെ മിനിറ്റ് ആവണം, അവിടെ അവർ ഇൻവേഴ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ ആണ്. ആ കാര്യം ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റന്റ് കെ ഈക്വൽ ടു 5.5 10⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ ഹാഫ് ലൈഫ്. അടുത്ത നമ്മൾ ആരിലേക്ക് പോകുന്നു? ഹാഫ് ലൈഫിലേക്ക് പോകുന്നു. എന്താ കണ്ടുപിടിക്കുന്നത്? ടി ഹാഫ് എന്താ അറിയാലോ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്നത്, അതായത് R0/2 ആവാൻ എടുക്കുന്ന സമയത്തിനാണ് മക്കളെ നമ്മൾ എന്ത് പറയാന്ന് പറഞ്ഞത്? ടി ഹാഫ് അഥവാ ഹാഫ് ലൈഫിലെ. ഇനി നമുക്ക് എന്ത് നോക്കാം? ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 0.693 ഡിവൈഡഡ് ബൈ എന്ത് വന്ന്? കെ വന്നില്ലേ? കെ അറിയാം, നമുക്ക് തന്നിട്ടുണ്ടല്ലേ? എത്രയാണ്? 5.5 അല്ലേ? അപ്പം 0.693 ഡിവൈഡഡ് ബൈ 5.5 ഇൻറ്റു 10⁻⁴. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഞാൻ 10⁻⁴ മുകളിലേക്ക് എടുത്തു. ഞാൻ 693 എടുത്തെന്ന് വിചാരിച്ചു. 693 ഇൻറ്റു ബാക്കി ആര് വരാടാ? ഒരു 10⁻11 വരില്ലേ? ഡിവൈഡഡ് ബൈ 5.5. ഇത് ഓൾമോസ്റ്റ് എത്ര വരും? ഒരു 693 ഇതെടുക്കുമ്പോൾ നമുക്കൊരു 5.5 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 138 ആ റേഞ്ചിലല്ലേ വരിക? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇൻറ്റു 10⁻11. സോ ആ രീതിയിൽ എന്ത് വന്നിട്ടുണ്ട്? നമ്മൾ എന്താ വന്നത്? സെക്കൻഡിലല്ലേ തന്നത്? സെക്കൻഡ്. അപ്പോൾ അത്രയും വലിയ റിയാക്ഷൻ ആയതുകൊണ്ടായിരിക്കും 10⁻⁴ തന്നിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്? ടി ഹാഫ് കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പഠിച്ചിരിക്കണം. നാളെ ഒരു എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഒരു 2 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ഇക്വേഷൻ പഠിക്കൽ. ഒപ്പം തന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഈ ഇക്വേഷനും പഠിക്കൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? 2.303 ഡിവൈഡ് ബൈ ടി ലോഗ് R0/R. ഓക്കെ, ഇവിടെ ടി ഹാഫ് ആണെങ്കിൽ 0.693 ബൈ കെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 138 ഇൻറ്റു 10⁻11. നിങ്ങൾക്ക് ആ റേഞ്ചിൽ തന്നെയാണോ കിട്ടിയത് നോക്കുക. സെക്കൻഡ് ഇൻവേഴ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ടൈം സെക്കൻഡിൽ വന്നു. ഇനി അടുത്ത് നോക്കിയേ. The rate of a chemical reaction doubles for increase of 10 Kelvin in absolute temperature from 300 Kelvin. എന്താണ്? റേറ്റ് ഡബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനല്ലേ മക്കളെ? ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമ്മൾ അറീനിയസിൽ തുടങ്ങണം. മക്കൾക്ക് അറീനിയസ് ഓർമ്മ ഉണ്ടോ? കെ ഈക്വൽ ടു എന്താ വരിക? A(e⁻⁻RT). മറക്കരുത്, മരിച്ചാലും മറക്കരുത്, മറന്നു പോകരുത് മക്കളെ. കെ ഈക്വൽ ടു എന്താ വരിക? A(e⁻⁻RT). എന്നാൽ നമ്മൾ എന്ത് ചെയ്ത് ലോഗൊക്കെ കൊടുത്ത് ചെയ്ത് വന്ന് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ 2 ടെമ്പറേച്ചർ എടുത്ത് ഒരു T1 T2 നമ്മൾ ചെയ്ത് വന്ന് നമ്മൾ ഫൈനലി എത്തുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോടാ, അതെന്താണ്? ഇതാണ്. ലോഗ് K2/K1 ഈക്വൽ ടു എന്താ വരിക മക്കളെ? EA/2.303 ഇൻറ്റു R 1/T1 - 1/T2 1/T1 - 1/T2 ആണ് എത്തുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 1/T1 - 1/T2. നമ്മളോട് എന്താ പറഞ്ഞത്? 300 കെൽവിനിൽ ആദ്യം റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആരൊക്കെ ഉണ്ട്? അപ്പോൾ ആ 300 കെൽവിനിൽ നടക്കുന്ന റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ് മക്കളെ ആരെന്ന് പറഞ്ഞത്? K1. ഇനീഷ്യൽ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K1. എന്നാൽ ഒരു 10 കെൽവിൻ ഞാൻ അങ്ങ് കൂട്ടി. എത്ര കെൽവിൻ കൂട്ടി? 10 കെൽവിൻ കൂട്ടി. അപ്പോൾ ആ ഒരു 10 കെൽവിൻ കൂട്ടിയപ്പോൾ റേറ്റ് എന്തായിട്ടുണ്ട്? ഡബിൾ ആയിട്ടുണ്ട്. എന്താ അവിടെ ഉദ്ദേശിച്ചത്? റേറ്റ് ഡബിൾ ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ ഡബിൾ ആയിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് ഇയാൾ K1 തന്നെ, പക്ഷെ K2 എന്തായിട്ടുണ്ട് മക്കളെ? 2 K1 ആയിട്ടുണ്ട്. എന്താണ്? 10 കെൽവിൻ കൂട്ടിയില്ലടാ. അപ്പോൾ റേറ്റ് എന്തായി? ഡബിൾ ആയിട്ടുണ്ട്. റേറ്റ് ഡബിൾ ആവാന്ന് ഉദ്ദേശം എന്താ? റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആയിട്ടുണ്ട് എന്നാ മക്കളെ. മനസ്സിലായോ? K1 എന്തായി? 2 K1 ആയി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇക്വേഷനിൽ മാറ്റി എഴുതാലോ. ലോഗ് K2 വരെ എനിക്ക് എന്ത് എഴുതാം? 2 K1 എഴുതാം. താഴെ എന്ത് വന്നു മക്കളെ? K1 വന്ന്. ഈസ് ഈക്വൽ ടു എന്താ? EA ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിൽക്കട്ടെ. 2.303 ഇൻറ്റു R
അത് എത്രയാണ് 8.314 അല്ലേ 8.314 മൈനസ് ഇൻറ്റു ടി ഇനീഷ്യൽ എടുത്തത് എത്രയായിരുന്നു 300 അടുത്ത ആൾ എത്രയാടാ 310 അല്ലേ 10 കെൽവിനല്ലേ കൂട്ടിയത് അപ്പോൾ നമുക്ക് ഇവിടെ log 2 വന്നിട്ടുണ്ട് log 2 എത്രയാടാ വരിക 0.3 log 2 K1 കട്ടായി log 2 0.3 ആയി ഇൻറ്റു എനിക്ക് ഇനെ അവിടെ നിർത്തി ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവരികയാണ് 2.303 ഇൻറ്റു 8.314 പെണ്ണ് താഴെ പോടാ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിൽ പെണ്ണ് താഴെപ്പോയി ഇൻറ്റു തീർന്നിട്ടുണ്ടോ ഇയാൾ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ 310 മൈനസ് 300 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310 അല്ലേ അപ്പോൾ അതെന്ത് ചെയ്തു അത് ഇങ്ങോട്ട് പോകുന്നില്ലേ ഇയാൾ ഇൻറ്റു ഇയാൾ എന്തായി മുകളിലേക്ക് പോകുന്നില്ലേ 300 ഇൻറ്റു 310 ഡിവൈഡഡ് ബൈ ആരാ 310 മൈനസ് 300 അത് എത്രയാ വന്ന 310 മൈനസ് 300 അത് 10 അല്ലട വരിക അയാളാണ് മക്കളെ ആരെന്ന് പറഞ്ഞത് ഈ എ നമ്മൾ ആക്ടിവേഷൻ എനർജീനെ അവിടെ വെച്ച് ബാക്കി ടേമിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഇയാൾ എന്തായി മാറിയിട്ടുണ്ട് 10 ആയി മാറിയിട്ടുണ്ടല്ലോ ആരെങ്കിലും കട്ട് ചെയ്യാണ്ടെങ്കിൽ കട്ട് ചെയ്യുക സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയൊരു വാല്യൂ കിട്ടും അതായിരിക്കും ആക്ടിവേഷൻ എനർജി വരിക ഓക്കെ വലിയൊരു വാല്യൂ ആയിരിക്കും വരിക സോ ആക്ടിവേഷൻ എനർജി നമ്മൾ എന്ത് മാറ്റിയത് കിലോ ജൂളിലേക്ക് എങ്ങാനും മാറ്റിയാൽ മതി ഓക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന വാല്യൂ എന്തിലായിരിക്കും ജൂളിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ കിലോ ജൂളിലേക്ക് മാറ്റാം അല്ലെങ്കിൽ അത് തന്ന വാല്യൂ തന്നെ ആയിട്ട് എഴുതിയാൽ മതി അപ്പോൾ അങ്ങനെയാണ് ആക്ടിവേഷൻ എനർജി കിട്ടുക ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ രണ്ട് ടെമ്പറേച്ചർ തരും T1 ഉം T2 തരും മക്കളെ പിന്നെ ആര് തരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും 2 ടൈംസോ 3 ടൈംസോ 5 ടൈംസ് ഒക്കെ ആയിന്ന് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുള്ളത് K1 എന്തായിട്ടുണ്ട് 2 K1 ആയിട്ടുണ്ട് ചിലപ്പം പറയും ഒരു 50 കെൽവിൻ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഒരു 6 അല്ലെങ്കിൽ ഒരു 8 ടൈംസ് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മാറ്റണം ഇവിടെ 2 K1 വരെ അവിടെ എന്താവും 8 K1 ആവും കേട്ടോ അപ്പോൾ അത് മനസ്സിൽ വെക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടേക്സ് 8 minutes for 90% completion. Calculate the time required for 80% completion. എന്താ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട് അത് 8 മിനിറ്റിലാണ് 90% കംപ്ലീഷൻ ആവുന്നുണ്ട് അല്ലേ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ ടി എന്ന് പറഞ്ഞാൽ എന്താടാ 2.303 ഡിവൈഡഡ് ബൈ കെ അല്ലേ കെ ആണ് ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ R0 എന്ന് എടുക്കുകയാണെങ്കിൽ ബൈ ആര് വന്നു 6 വന്നു ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ കാണാനുള്ളത് അപ്പോൾ അത് നമുക്ക് ടൈം കാണാം നമ്മളുടെ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുകയാണ് ഫസ്റ്റ് വൺ T1 അത് എത്രയാണ് 8 മിനിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണ് 8 മിനിറ്റ് കിട്ടിയത് 2.303 ഡിവൈഡഡ് ബൈ കെ നമുക്ക് കിട്ടിയിട്ടില്ല കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കണ്ടുപിടിക്കാം ലോഗ് ഞാൻ ഇനീഷ്യലി എത്ര എടുത്തിട്ടുണ്ടടാ ഞാൻ R0 തന്നെ എടുത്തു നീ വിചാരിച്ചോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട് 90% കംപ്ലീറ്റ് ആയിട്ട് സമയമല്ല മക്കളെ 8 മിനിറ്റ് എന്ന് പറഞ്ഞുള്ളത് എത്ര കംപ്ലീറ്റ് ആയി പോയിട്ടുണ്ട് ഇനീഷ്യലി ഞാൻ R0 എടുത്തിട്ടുണ്ടടാ ഇനീഷ്യലി കുറച്ച് കഴിഞ്ഞിട്ട് എന്തായിട്ടുണ്ട് 90% എന്തായിട്ടുണ്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി എത്ര ഉണ്ടടാ 10% അല്ലേടാ ഉള്ളത് 10% അല്ലേ മക്കളെ ഉള്ളത് 10% ഓഫ് ആരാ ഉള്ളത് R0 ഇയാൾ 100% ഉണ്ടെങ്കിൽ ഇയാൾ എന്തായി 10% ആയി അതായത് ഞാൻ ഒന്ന് മാറ്റി എഴുതിയാൽ 0.1 R0 എന്ന് ആയില്ലടാ ഒന്നും കൂടെ മാറ്റി എഴുതിയാൽ R0/10 എന്ന് ആയില്ലേ മക്കളെ R0/10 എന്ന് ആയില്ലടാ ഓക്കെ അപ്പോൾ ഞാൻ എന്തായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള കോൺസെൻട്രേഷൻ എന്തായിട്ടുണ്ട് R0/10 ആയിട്ടുണ്ടടാ 10 സിമ്പിൾ കട്ടായി 10 മുകളിലേക്ക് കയറിയില്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2.303 ഡിവൈഡഡ് ബൈ കെ 8 മിനിറ്റ് ആണ് ഇത് വരുന്നത് ലോഗ് എത്ര വന്നിട്ടുണ്ട് 10 വന്നിട്ടുണ്ട് അല്ലേ ലോഗ് എത്ര വന്നിട്ടുണ്ട് 10 ലോഗ് 10 എന്ന് പറഞ്ഞാൽ ഒന്നല്ല അപ്പം നമുക്ക് ഇനി കെ കണ്ടുപിടിക്കാമല്ലോ 2.303 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി നമുക്ക് കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കെ ഇവിടെ നിൽക്കട്ടെ കാരണം എന്താ നമ്മളോട് ചോദിച്ചത് ഇതൊന്നുമല്ല കാൽക്കുലേറ്റ് ടൈം റിക്വയർഡ് ഫോർ 80% കംപ്ലീഷൻ ആയി വെച്ചത് അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തിനാണ് തന്നത് നമുക്ക് കെ കണ്ടുപിടിക്കാനാണ് ഇനി ഇതിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ മക്കളെ ഇതിൻ്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ് ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ് ഞാൻ 80% കംപ്ലീഷൻ നോക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി നേരെ കണ്ടുപിടിച്ചാൽ നമുക്ക് ടൈമല്ലേ കണ്ടുപിടിക്കേണ്ടത് ടി ഈക്വൽ ടു നമ്മൾ എത്ര എടുക്കണം 2.303 ഡിവൈഡഡ് ബൈ കെ കിട്ടിയോടാ കെ കിട്ടിയത് 2.303 ഡിവൈഡ് ബൈ 8 അതല്ലടാ റിയാക്ഷൻ്റെ കെ എന്ന് പറഞ്ഞത് 8 ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 തന്നെ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ എത്രയാ മക്കളെ എത്രയാ 80% കംപ്ലീഷൻ എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ ബാക്കി
അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി 20% ഉണ്ടാവുന്നല്ലേ. ഓക്കെ, ഇയാളുടെ കേസിൽ R0 ബാക്കി വന്ന് 10%. എന്നാൽ ഇയാളുടെ കേസിലോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടടാ? 20% ബാക്കിയില്ലടാ. R0 അല്ലേ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലേ. അതായത് 0.2 R0 ഉണ്ടെന്ന് എനിക്ക് പറയാലോ. അതായത് R0/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത പറയോ? ഇല്ല, കാരണം എന്താ? 0.2 ആണ്. അപ്പൊ നമുക്ക് എന്തായി? ലോഗ് ഇയാളായി അല്ലേ. ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുപോകാം. മനസ്സിലായോ പറഞ്ഞത്? R0/5 ആയി. R0 കട്ടായി പോയില്ലേ? 5 എന്തായി മക്കളെ? മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് T കിട്ടിയല്ലോ. 2.303 കട്ടായി. ഈ 8 മുകളിലേക്ക് പോയി. ലോഗിൽ ആര് വന്ന്? 5 മുകളിലേക്ക് പോയി. 8 ഇൻറ്റു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിന്റ് വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, 6989. നമ്മളൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ പറയാൻ പറ്റില്ലോ. എത്ര വരുവാടാ? ഒരു 7 ഇൻറ്റു ഒരു 5 പോയിന്റ് വരുമായിരിക്കും അല്ലേ. ഒരു 5.6 സെക്കൻഡിൻ്റെ ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്? നിങ്ങൾ കിട്ടിയ ആൻസർ കറക്റ്റ് ആണ് മക്കളെ. അപ്പോൾ നമുക്കൊരു 5.6 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ എന്താ ചെയ്തിട്ടുള്ളതെന്ന്. അടുത്ത, ഷോ ദാറ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ ടൈം റിക്വയർഡ് ഫോർ 99% കംപ്ലീഷൻ ഈസ് ഡബിൾ ഓഫ് ദ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് 90% റിയാക്ഷൻ. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ മനസ്സിലേക്ക് ഓടി വരുന്നു. ആരാണ്? 2.303 ഡിവൈഡഡ് ബൈ T ലോഗ് R0 ഡിവൈഡഡ് ബൈ R. അയാൾ ഓടി വന്നിട്ടുണ്ട്. ഓക്കെ, ആൾ നിൽക്കട്ടെ. ടൈം റിക്വയർഡ് ഫോർ 99% കംപ്ലീഷൻ ഈസ് 2 times അല്ലെങ്കിൽ ഡബിൾ ടൈം റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് 90% റിയാക്ഷൻ. 99% തീരാൻ എടുത്തിട്ടുള്ള ആ സമയം എന്ന് പറഞ്ഞത് 90% തീരാൻ എടുക്കുന്നതിൻ്റെ 2 മടങ്ങാണ്. അതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. നമുക്ക് ആരുണ്ടടാ? നമുക്ക് ഈ ഒരു ഒറ്റ ഇക്വേഷൻ മതിയടാ ഈ ചാപ്റ്ററിൽ നമുക്ക് പിടിച്ചേക്കാൻ. നമുക്ക് നോക്കാം. ടൈം ഫോർ 99% കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ എന്ത് വന്നടാ? 2.303 ഡിവൈഡഡ് ബൈ K ആണല്ലോ. ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിപാടി എടുക്കുന്നു. ഇനീഷ്യലി R0 ഉണ്ടെങ്കിൽ 99% കംപ്ലീറ്റ് ആയി അല്ലേ. 99% എന്തായി? കംപ്ലീറ്റ് ആയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും അവിടെ? 1% അല്ലേ ഉണ്ടാവും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100% ഉണ്ട്. അതിൻ്റെ 99% എന്തായി മക്കളെ? ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1% അല്ലേ ഉണ്ടാവുക. ഈ 1% എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? R0/100 എന്നല്ലേ വരിക? എടാ 100 അല്ലേ, 0.1 വരും. 0.1 എന്താക്കി? R0/100 ആക്കി. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായി? R0 ഡിവൈഡഡ് ബൈ 100 അല്ലേ മക്കളെ? R0 കട്ടായി. നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ എന്ത് വരും? 2.303 ഡിവൈഡഡ് ബൈ K ലോഗ് 100 വന്നു. എടാ ഈ ലോഗ് 100 ഞാൻ 10² എന്ന് എഴുതിയാൽ നിങ്ങൾ എന്നെ ചീത്ത പറയില്ലല്ലോ. അപ്പോൾ എന്ത് വന്നു? 2.303 ഡിവൈഡഡ് ബൈ K ലോഗ് 10² ആയടാ. ഈ ലോഗ് A⁻n എന്താ മക്കളെ? n ലോഗ് A അല്ലടാ. അപ്പോൾ എന്താ? ഈ 2നെ എങ്ങോട്ട് കൊണ്ടുവരട്ടെ? 2 ഇൻറ്റു 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗ് 10 എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? അത് 1 അല്ലേ. ഈ ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ ഇൻറ്റു 1. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ T 99% കംപ്ലീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇയാളാണ്. ഇത് കുടിക്കൊന്നും വേണ്ട, അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രൂവ് ചെയ്യാനല്ലേ ചോദിച്ചുള്ളത്. അടുത്ത കേസ് 2, കേസ് നമ്പർ 2. ഇതെന്താ? ഇത് കേസ് 1, ഇത് കേസ് 2. എന്താ പറഞ്ഞത്? നമുക്ക് 90% കംപ്ലീഷൻ അല്ലേ. നമ്മൾ എടുക്കുന്നു 90%. ആരെടുക്കുന്നു? 2.303 ഉണ്ട്, K ഉണ്ട്, ലോഗ് ആരുണ്ട്? R0 ഡിവൈഡഡ് ബൈ. എടാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 90% കംപ്ലീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ആൾ ഉണ്ടാവുക? 10% അല്ല. അപ്പോൾ എന്ത് എടുക്കണം? R0/10 എടുത്താൽ മതി. കട്ടായി 10 മുകളിലേക്ക് പോയി. അപ്പോൾ എന്ത് വന്നു? 2.303 ഡിവൈഡഡ് ബൈ K ലോഗ് 10. ലോഗ് 10 എന്ന് പറയുമ്പോൾ 1 അല്ലേ മക്കളെ. അപ്പോൾ എന്തായി? നമുക്ക് T 90% വിൽ ബി ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഒന്നാമത്തെ കേസ്, ഇയാൾ രണ്ടാമത്തെ കേസ് അല്ലേ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും T99 എന്ന് പറഞ്ഞതിന് മുന്നിൽ ആര് വന്നിട്ടുണ്ട്? ഒരു 2 times വന്നിട്ടുണ്ട്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ എന്താ? 2.303 ഡിവൈഡഡ് ബൈ K ആണ് ഇയാളുടെ കേസിൽ. 2.303
ഡിവൈഡ് ബൈ കെ, അതിന് മുന്നിലായിട്ട് ഒരു 2 ഉണ്ട്. കിട്ടിയത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, T99% ഈക്വൽ ടു എന്താ, 2 ടൈംസ് ഓഫ് ആര് വരുവാടാ, T90%. ആണോ? ശരിയല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ മക്കളെ?